ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് സംസാരിക്കാൻ പോകുന്നത് സൈക്കോ അനാലിസിസ്, സൈക്കോ അനലിറ്റിക്സ്, സൈക്കോ ഡയഗ്നോസ്റ്റിക്, സൈക്കോ ഡൈനാമിക് തെറപ്പിയെ കുറിച്ചൊക്കെയാണ്. തെറപ്പി എന്നുള്ളൊരു പേപ്പർ. അപ്പൊ നിങ്ങളെല്ലാരും ക്ലിനിക്കിലൊക്കെ എടുത്തിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ആൽവിൻ പോൾ ഇലിയാസ് എന്നാണ്. സ്ക്രീനിൽ കാണാൻ പറ്റും. ഐ ഗോ വിത്ത് ദി പ്രൊനൗൺസ് ഹി, ഹിം. ഞാൻ ഫുൾ സ്റ്റക്ക് ആണോ? കേൾക്കുന്നില്ല ഫസാന? എല്ലാവർക്കും അതേപോലെയാണോ? സ്റ്റക്ക് ആണോ? ക്ലിയർ ആണ് സർ, ക്ലിയർ. ക്ലിയർ ആണ്. ഫസാന നെറ്റ് ഒന്ന് നോക്കണേ. ഓക്കെ. അപ്പൊ ഞാൻ നിംഹാൻസിൽ നിന്നും എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി പൂർത്തിയാക്കി. ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ അപ്ലൈഡ് സൈക്കോളജി, സ്പെഷ്യലൈസ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിൽ നിന്നായിരുന്നു. UGC നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഒപ്പം തന്നെ ഇവിടെ ഒരു ബാംഗ്ലൂർ ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു, മോൺഫോർട്ട് കോളേജ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പ്രൈവറ്റ് പ്രാക്ടീസിൽ സൈക്കോതെറപ്പിയാണ് നോക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാം ട്രെയിനറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എംഫിൽ ക്ലിനിക്കൽ സൈക്കോളജി എൻട്രൻസുകൾ, UGC നെറ്റിന്റെ പേപ്പർ 2 സൈക്കോളജിയുടെ എൻട്രൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ളൊരു പൊതുവിലുള്ളൊരു അറിവ്. സൈക്കോതെറപ്പിയിൽ ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ഒരു സൈക്കോതെറപ്പി അപ്രോച്ച് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സൈക്കോതെറപ്പി അപ്രോച്ച് ആണ്. ഒപ്പം തന്നെ ഞാൻ കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിട്ടുള്ള ക്യൂർ അഫ്രിമേറ്റീവ് സൈക്കോതെറപ്പിയിലും കൂടെയാണ്. ആൻഡ് ഈവൻ ദോ ഞാനൊരു ഇന്റഗ്രേറ്റഡ് സൈക്കോതെറപ്പി അപ്രോച്ച് ഉപയോഗിച്ചാലും കുറച്ചും കൂടെ എൻ്റെ ഒരു ഇൻക്ലിനേഷൻ വരുന്നത് ഹ്യൂമനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ അപ്രോച്ചുകളിലേക്കും കൂടെയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പം എൻ്റെ ഒരു തെറപ്പി പ്രാക്ടീസിൽ എനിക്ക് നേരിട്ട ചില അപ്രോച്ചുകൾ ഉപയോഗിക്കുമ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, എന്നാൽ ചില അപ്രോച്ചുകൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അതൊക്കെ നമുക്ക് സെഷൻസിൽ കൂടെ പങ്കുവെക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോ വേണേലും ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ. അപ്പൊ സൈക്കോ തെറപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലാക്കല്? എന്താണ് സൈക്കോ തെറപ്പി? ചാറ്റ് ബോക്സിൽ പറയാം, അൺമ്യൂട്ട് ചെയ്ത് പറയാം, എങ്ങനെ വേണേലും പറയാം. നിങ്ങളുടെ ഒരു മനസ്സിലാക്കലിൽ എന്താണ് ഈ സൈക്കോ തെറപ്പി എന്നുള്ള പരിപാടി? ഒരു പ്രോബ്ലം കൊണ്ട് വന്നാൽ അതിനൊരു സൊല്യൂഷൻ. പ്രോബ്ലം കൊണ്ട് വന്നാൽ ഒരു സൊല്യൂഷൻ എന്ന് ഫസ്ന പറഞ്ഞു. സൈക്കോളജിക്കൽ ടെക്നിക് ആണെന്ന് റാം പറഞ്ഞിട്ടുണ്ട്. ട്രീറ്റ്മെന്റ് അപ്രോച്ച് ആണെന്നാണ് ഷഹാന പറയുന്നത്. മഞ്ജുള പറഞ്ഞിട്ടുണ്ട് ട്രീറ്റ്മെന്റ് തന്നെയാണെന്ന്. ഓക്കെ, പറഞ്ഞതൊക്കെ ശരിയാണ്. സൈക്കോളജിക്കൽ ടെക്നിക് ആണ്, ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിലൊരു നടക്കുന്നൊരു കാര്യം എന്ന് വെച്ചാലേ, ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പ് തേടി വരുന്ന ഒരു വ്യക്തിയും ഇപ്പുറത്ത് സൈക്കോളജിക്കൽ ഹെൽപ്പ് കൊടുക്കാനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് സൈക്കോതെറപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. സൈക്കോളജിക്കൽ ഹെൽപ്പ് തേടി വരുന്ന ഒരു വ്യക്തിയും ഇപ്പുറത്തെ സൈഡിൽ പ്രൊഫഷണലി സൈക്കോളജിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിൽ നടക്കുന്ന ഒരു ഇന്ററാക്ഷൻ നമുക്ക് സൈക്കോതെറപ്പി എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? പിന്നെ ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞല്ലേ, നമ്മള് സൈക്കോതെറപ്പിയിൽ നമ്മള് ഒരാൾ പ്രശ്നമായിട്ട് വരും, തീർച്ചയായിട്ടും പ്രശ്നങ്ങളായിട്ട് വരും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മള് തെറപ്പിസ്റ്റുകൾ ഒരിക്കലും എപ്പോഴും സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് അല്ല, സൊല്യൂഷൻ കൊടുക്കുന്നവരല്ല, സൊല്യൂഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നവരായിരിക്കും ചില ഒക്കേഷൻസിലൊക്കെ. ഒരിക്കലും നമ്മൾ സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു കൊടുക്കില്ല, ഓക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആണ് കേട്ടോ, അതിനൊന്നും നോക്കാനില്ല എന്നൊരിക്കലും നമ്മൾ പറയില്ല. കാരണം എപ്പോഴും അവർക്ക് ക്ലയന്റ് ആണ് അവരുടെ ജീവിതത്തിലെ എക്സ്പേർട്ട്. നമ്മളൊക്കെ സൈക്കോളജിയിൽ വേണമെങ്കിൽ എക്സ്പേർട്ട് ഒക്കെ ആയിരിക്കാം, പക്ഷെ സ്വന്തം ജീവിതത്തിലെ എക്സ്പേർട്ട് എന്ന് പറയുന്നത് ക്ലയന്റ് തന്നെയാണ്. ആ അധികാരം നമുക്ക് തെറപ്പിസ്റ്റിന് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഈ പരിപാടി ചെയ്താൽ നിങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. വി ഡോണ്ട് സേ ദാറ്റ്. വി ഫെസിലിറ്റേറ്റ് സൊല്യൂഷൻസ് ബട്ട് വി വോണ്ട് പ്രൊവൈഡ് സൊല്യൂഷൻസ്. അതാണ് നമ്മുടെ ബേസ് ലൈൻ. തെറപ്പി തുടങ്ങുന്നതിന് മുമ്പല്ലേ, പഠിക്കുന്നതിന് മുമ്പല്ലേ അടിസ്ഥാന തറയിടുന്നതാണ്. നമ്മള് പ്രശ്ന പരിഹാരം ചെയ്യുന്നവരല്ല. നിങ്ങൾ പ്രശ്നമായിട്ട് വരൂ, ഞാൻ 2 പരിഹാരം പറഞ്ഞുതരാം എന്ന് പറഞ്ഞിരിക്കുന്ന പരിപാടിയല്ല. പിന്നെ തെറപ്പി ഒരിക്കലും ഒരു ജസ്റ്റ് സംസാരമല്ല. ഓക്കെ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്, ഓ നിങ്ങൾ 5 മിനിറ്റ് സംസാരിക്കാൻ പോകുന്നതിനാണോ തെറപ്പി എന്നൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. തെറപ്പി എന്ന് പറയുന്നത് വെറും സംസാരങ്ങളല്ല. അപ്പൊ ചോദിക്കുന്ന എന്നാ പിന്നെ ഫ്രണ്ടിന്റെ അടുത്ത് പോയാൽ മതി, തെറപ്പിസ്റ്റിന്റെ അടുത്തൊന്നും പോകുന്നു വേണ്ട, നാട്ടുകാരെന്ത് വിചാരിക്കും, നിങ്ങൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കല്യാണം നടക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ തെറപ്പിക്ക് പോയാൽ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു ട്രീറ്റ്മെന്റ് അപ്രോച്ച് ആണെന്നും അത് എന്താണെന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് എല്ലാ മനുഷ്യനും എപ്പോഴും തെറപ്പി ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞ ഏത് മനുഷ്യനും തെറപ്പി കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ? നിങ്ങൾ പല്ലുവേദന വന്നിട്ട് മാത്രമാണോ നിങ്ങൾ പല്ല് ഡോക്ടറെ കാണാൻ പോകുന്നത്? അല്ല, ചെക്കപ്പിന് പോകുമെന്ന് പറയില്ല നമ്മുടെ നാട്ടില്. ചെക്കപ്പിന് പോവാന്ന് പറയും, ഭയങ്കര ഗുമ്മോടെ പറയുന്നത്, ഞാൻ ആസ്ട്രലിൽ ചെക്കപ്പിന് പോയിട്ട് വന്നേക്കാന്ന്. പക്ഷെ ഇന്ന് ഇവരാരും ഞാൻ എന്റെ തെറപ്പിസ്റ്റിനെ കാണാൻ പോയിട്ട് വന്നേക്കാന്ന് പറഞ്ഞ് ഇത്ര അഭിമാനത്തോടെ പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം എന്താ, ഇഷ്ടം പോലെ സ്റ്റിഗ്മയാണ്.
ഒന്നും വേണ്ട. ഇപ്പം സൈക്കാട്രി ആശുപത്രിയുടെ വരാന്തയിൽ പോയിട്ട് ഒപിഡിയിൽ പോയിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്നാലും ചോദിക്കും, "എന്നാ പറ്റിയെ? കയ്യിന്നെല്ലാം പോയോ?" എന്ന് ചോദിച്ച് കളിയാക്കുന്ന ആൾക്കാരാണ്. വല്ല സഹായം വേണമെന്നാരും ചോദിക്കാറില്ല. അത്രത്തോളം സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട്. ഈ തെറപ്പിയെ കുറിച്ചൊക്കെ നമ്മൾ ഘോരം ഘോരം പറയുമ്പോഴും വിചാരിക്കേണ്ട കാര്യം കുറെ സ്റ്റിഗ്മയുള്ള പരിപാടിയാണ് സൈക്കോ തെറപ്പി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ സൈക്കോ തെറപ്പി പ്രാക്ടീസ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂപ്പർവൈസ്ഡ് സൈക്കോ തെറപ്പി, അതായത് അവര് സൈക്കോ തെറപ്പി എടുക്കുന്നു. അപ്പൊ അവർക്കൊരു സൂപ്പർവൈസർ ഉണ്ട്. അപ്പൊ സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് സൈക്കോ തെറപ്പി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ കേട്ടോ ഇന്റേൺഷിപ്പുകൾ, പല ഇന്റേൺഷിപ്പ് സൈറ്റുകളും സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കം കൊടുക്കുന്നുണ്ട്. അങ്ങനെ. ഓക്കെ. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ തെറപ്പി, അതായത് സൈക്കോ ഡൈനാമിക് തെറപ്പി. അപ്പൊ കുറെ തെറപ്പി അപ്രോച്ചുകൾ ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. വലവാലുണ്ട്. ഒന്നിനും ഒരു ക്ഷമയില്ല. വയറ് നിറച്ച് കണ്ടന്റ് ഉണ്ട് തരാൻ. നമുക്ക് ആദ്യം ഫ്രോയിഡിയൻ സൈക്കോ അനലിറ്റിക് തിയറിയെ കുറിച്ച് നോക്കാം. അപ്പൊ തിയറി അറിഞ്ഞാലാണ് ഇവര് തിയറി കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക, ഓ ഇങ്ങനെയാണല്ലോ ഇവരുടെ തെറപ്പിയുടെ അപ്രോച്ച് വരുന്നേ. ഇപ്പൊ നമ്മൾ സൈക്കോ അനാലിസിസ് സൈക്കോ തെറപ്പി പറയണം. ഓക്കെ, നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലെ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പൊ ചോദിക്കും, ഇത് ആര് പറഞ്ഞ്? ഇതിലെ ടെക്നിക്ക് എവിടെന്നാ വന്നത്? ലൈക്ക് ഇതിന്റെ അടിസ്ഥാനം എന്തുവാ? അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന തിയറിയാ. നിങ്ങൾ പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് ഒരു പേപ്പർ എപ്പോഴും ഒരു പേപ്പർ പഠിച്ചിട്ടുണ്ടായില്ലേ? അതില് ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസിനെ കുറിച്ചും പേഴ്സണാലിറ്റിയുടെ അണ്ടർസ്റ്റാൻഡിനെ കുറിച്ചും പഠിച്ചായിരുന്നോ? യെസ്. പഠിച്ചില്ലായിരുന്നോ? പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് എന്നുള്ള പേപ്പറിൽ. അതെ, അങ്ങനെ തന്നെ. അപ്പൊ ഇതിലേ ഫ്രോയിഡിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രോയിഡിന്റെ ആണ് സൈക്കോ അനലിറ്റിക് സൈക്കോ തെറപ്പി. അപ്പം ഫാദർ ഓഫ് സൈക്കോളജി എന്നൊക്കെ വിളിക്കുന്ന ഒരു കക്ഷിയാണ് നമ്മുടെ ഫ്രോയിഡ്, മോഡേൺ സൈക്കോളജി. പാഷന്റെ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് കുറെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നൊരു രീതിയായിരുന്നു അവരുടെ. അതായത് കുറെ അപ്രോച്ചുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സൈക്കോ അനാലിസിസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈക്കോ അനാലിസിസിൽ സ്വയം വിധേയരായി ഒരു 7 വർഷത്തെ പ്രോസസ് ആയിരിക്കും. സ്വയം വിധേയരായി സൈക്കോ അനാലിസിസിന്, അതിനുശേഷം ട്രെയിൻഡ് ആയി പിന്നീട് പ്രവർത്തിക്കുന്നവരാണ് സൈക്കോ അനാലിറ്റിക്സ് തെറപ്പിസ്റ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ സുധീർ കാക്കറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലൊരു ഇന്ത്യൻ സൈക്കേ എന്നൊക്കെ വിളിച്ച, ഇന്ത്യൻ മനുഷ്യരുടെ മനസ്സിനെ ഇന്ത്യൻ സൈക്കേ എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സുധീർ കാക്കർ. അവരൊക്കെയാണ് ഇന്ത്യയിൽ ആദ്യകാലങ്ങളല്ല, ഇപ്പത്തെ തന്നെ ഒരു ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന സൈക്കോ അനലിസ്റ്റുകളൊക്കെ. വളരെ കുറച്ച് പേരൊക്കെയാണ് ഇപ്പം അതിൽ അവരുടെ കീഴിലുള്ളൂ. കാരണം അദ്ദേഹത്തിന് വയ്യാതായി എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പം കുറച്ചു കാലം മുമ്പ് പോവാണ് ഫ്രോയിഡ്. ഫ്രോയിഡ് ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സൈക്കാട്രിസ്റ്റോ ഒന്നും ആയിരുന്നില്ല, ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. ആദ്യമായിട്ട് മെന്റൽ ഇൽനെസ്സിന് ഒരു നോൺ ബയോളജിക്കൽ അപ്രോച്ച്, അതായത് മുമ്പൊക്കെ കുറച്ചുകൂടി ബയോളജി ബേസ്ഡ് അപ്രോച്ചുകളായിരുന്നു. അപ്പൊ എന്നാൽ നിങ്ങൾ പറയുന്ന പോലെ അല്ല, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന വ്യക്തിയാണ് ഫ്രോയിഡ്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുറെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെന്നും, പല ലെയർ ഓഫ് മൈൻഡിന് പല ലെയർ ഉണ്ടെന്നും, അതില് എന്താ പറയാ ചില രണ്ട് കക്ഷികൾ തമ്മിൽ എപ്പോഴും അടി കൂടുമെന്നും ഒക്കെ പറഞ്ഞ് ഫ്രോയിഡ്. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫ്രോയിഡിന്റെ തിയറി അവതരിപ്പിക്കുന്നത്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഒരു നോൺ ബയോളജിക്കൽ അപ്രോച്ച് ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഫ്രോയിഡ് പോലും സ്വീകരിച്ച് മനസ്സിന് വേണ്ടിയിട്ട്, മനസ്സിന്റെ അവസ്ഥകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി പത്തോളജി ഓറിയന്റഡ് ആയിരുന്നു കേട്ടോ ഫ്രോയിഡിന്റെ അപ്രോച്ച്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതായിരുന്നു ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നൊരു പുസ്തകം ആദ്യകാലത്ത് അദ്ദേഹം ഇറക്കിയായിരുന്നു. അപ്പൊ ആ പുസ്തകത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അൺകോൺഷ്യസ്നെസ് എന്നൊരു വാക്ക് കൊണ്ടുവന്നത്. അതായത് നമുക്ക് ആക്സസിബിൾ അല്ലാത്ത നമ്മുടെ മനസ്സിന്റെ ഒരു ഏരിയ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് അൺകോൺഷ്യസ്നെസ്. അല്ലെ, തിയറി ഓഫ് പേഴ്സണാലിറ്റി പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മനസ്സിന്റെ പല നമ്മൾ നോക്കാം, അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്രോയിഡിന്റെ ആദ്യത്തെ കാലത്തിലുള്ള കുറെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ. തീർന്നില്ല, ഫ്രോയിഡ് വീണ്ടും കൊണ്ടുവന്നു. മനുഷ്യന് കുറച്ച് രണ്ട് തരത്തിലുള്ള ഡ്രൈവുകൾ ഉണ്ടെന്നാ പറയുന്നത്. അതായത് രണ്ട് ത്വര എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഇത് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്ത് ത്വരയാടോ എന്ന് പറയുന്നില്ല, എന്ത് ആവേശമാണോ, എന്ത് ഡ്രൈവ് ആടോ എന്നൊക്കെ പറയുന്നില്ലേ. ഡ്രൈവ് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്ന മോട്ടിവേറ്റിംഗ് ഫാക്ടർ, ഏതൊക്കെ നമുക്ക് വിളിക്കാം ഡ്രൈവിനെ. അപ്പൊ ഫ്രോയിഡ് പറഞ്ഞു, മനുഷ്യന് പൊതുവിൽ രണ്ട് തരത്തിലുള്ള ഡ്രൈവാണ് ഉള്ളത്. ഒന്ന് എറോസും, രണ്ട് താനറ്റോസും. എറോസ് എന്ന് വെച്ചാൽ ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ജീവന്റെ തുടിപ്പ് എന്നാ പറഞ്ഞ എറോസിന്. സെക്സ് അല്ലെങ്കിൽ പ്ലഷർ ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ് എറോസ്, ജീവൻ തുടിക്കുന്നത്. എറോസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. താനറ്റോസ്, അതായത് താനറ്റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് വിളിച്ചു, അഗ്രഷൻ ഒക്കെ വരുന്നത്. കാരണം നമുക്കറിയാം, മനുഷ്യൻ ആദിമകാലങ്ങളിൽ ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് അവരെന്താ ചെയ്തത്? അവർക്ക് ജീവിക്കണം, മുന്നോട്ട് ജീവിക്കണം, പ്രൊക്രിയേഷൻ നടത്തണം, അവര് കൂട്ടമായിട്ട് ജീവിക്കാൻ തുടങ്ങി, അങ്ങനെ പരസ്പരം സഹായിക്കാനൊക്കെ പറ്റും. അപ്പൊ അതൊക്കെ അവരുടെ ഒരു എറോസ് ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അവര് വേട്ടയാടാൻ തുടങ്ങി. ഒപ്പം തന്നെ ഒരു ക്ലാനും അടുത്ത ക്ലാനും തമ്മിൽ അടി കൂടാൻ തുടങ്ങി. ഫ്രോയിഡിന്റെ ഒരു പുസ്തകം ഉണ്ട്, ടോട്ടം
ആൻഡ് ടബു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലെ കുറെ ക്ലാനുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു ക്ലാൻ ഈ ക്ലാനില് ആയിട്ട് കല്യാണം നടക്കത്തില്ല അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഹിസ്റ്ററി പോകുമ്പോൾ ഈ ക്ലാനുകൾ തമ്മിൽ അടികൾ കൂടുന്നൊക്കെ ഉണ്ട്. എന്തിനാണെന്നറിഞ്ഞോ? സർവൈവലിന് വേണ്ടിയിട്ടാ, സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ അഗ്രഷൻ എവിടെ നിന്നാ വരുന്നത്? താനറ്റോസിൽ നിന്ന്. അപ്പം എറോസും താനറ്റോസും ഒക്കെ സർവൈവലിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വരുമ്പം അവര് നേരിടുന്ന പല പല ശ്രമങ്ങളെയും വിട്ടുകൊടുക്കലുകളെയും ഒക്കെ എറോസിന്റെയും താനറ്റോസിന്റെയും ഒക്കെ കണ്ണുകളിലൂടെ നോക്കി കാണാൻ ഫ്രോയിഡ് ശ്രമിച്ചിട്ടുണ്ട്. ഈ താഴെ ഞാനൊരു സിനിമയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏത് സിനിമയിലെ സീനാന്ന് പറയാമോ? മിഠായി ഒന്നുമില്ല കേട്ടോ, പക്ഷെ എന്നാലും ചോദിക്കാം. ലൂക്ക. വേറെ ഏതെങ്കിലും പടം ഓർമ്മയുണ്ടോ? എല്ലാരും ഒറ്റക്കെട്ടായിട്ട് ലൂക്കയെ തന്നെ നിൽക്കുകയാണോ? ലൂക്ക കണ്ടവരുണ്ടോ അവിടെ? ലൂക്കയാണോ ഗപ്പിയാണോ? ലൂക്ക സിനിമ കണ്ടവരുണ്ടോ ഇവിടെ? ആ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പറയൂ. ലൂക്കയാണ് സർ. അഹാന ലൂക്കയിലുള്ളത്. ലൂക്ക കണ്ടവരുണ്ടോ ഇവിടെ? യെസ്. ഓക്കെ, കണ്ടിട്ടില്ല. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? ഇഷ്ടപ്പെട്ടായിരുന്നോ പടം ലൂക്ക? എന്ത് രസമായിട്ടാണല്ലേ പല കാര്യങ്ങളൊക്കെ അവർ അവതരിപ്പിക്കുന്നത്. അതെ. ലൂക്കയ്ക്കൊരു വല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ലൂക്കയ്ക്ക് എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് പേടിയുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? സിനിമ കണ്ടവർക്കെന്ന് പറഞ്ഞു. സിനിമ കണ്ട് ഓർക്കുന്നുണ്ടോ? അതെ, ഡെത്ത് ആയിരുന്നു കേട്ടോ. ലൂക്കയ്ക്ക് എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള പേടിയായിരുന്നു. അപ്പം ഫ്രോയിഡിന്റെ ഡ്രൈവ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏതായിരിക്കും ഈ ഡെത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഫ്രോയിഡിന്റെ വാക്ക് താനറ്റോസ്. അതെ, നിങ്ങളെ സിനിമയിൽ ഒരു ക്ലിനിക്കൽ വാക്കല്ല അത്, എങ്കിലും സിനിമയിൽ ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. ലൂക്കയ്ക്ക് താനറ്റോഫോബിയ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡോക്ടറൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. താനറ്റോസ് എന്ന വാക്ക് തന്നെ വരുന്നത് ഡെത്ത്, ഫ്രോയിഡിന്റെ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്നാണ് വരുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഫ്രോയിഡിന്റെ ഒരു അടിസ്ഥാനം കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇതൊക്കെയാണ് ആശാൻ പറഞ്ഞു വെച്ചിട്ട് പോയത്. സ്ട്രക്ചറൽ മോഡൽ ഓഫ് പേഴ്സണാലിറ്റി അടുത്തൊരു കോൺസെപ്റ്റ് ആണ്. സ്ട്രക്ചറൽ മോഡൽ ഓഫ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി നിങ്ങൾ പഠിച്ചാന്ന് എനിക്കറിയാം. എന്നാലും ഇഡ് സൂപ്പർ ഈഗോ അല്ലേ? ചിലപ്പോൾ നമ്മൾ ഇഡെന്ന് വിളിക്കും, ചിലപ്പോൾ ഇഡെന്ന് വിളിക്കും. ഇഡ് ഈഗോ, സൂപ്പർ ഈഗോ. ഇൻഫൻസി ഞാനൊരു സ്ലൈഡിൽ ഇങ്ങനെ കൊടുത്തേക്കണം, ഒരു ആരോ മാർക്ക് ഇട്ടുപോലെ. ഫ്രോയിഡ് ഒക്കെ പറയുന്ന ഈ രീതിയിലാണ് ഇഡ് ഈഗോ സൂപ്പർ ഈഗോ ഡെവലപ്പ് ആകുന്നതെന്നാണ്. നോക്കി, ആദ്യം ഇൻഫൻസി എന്ന് വെച്ചാൽ കുട്ടിക്കാലം, കുഞ്ഞൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നമ്മുടെ ഇപ്പൊ ഒരു റീൽ ഉണ്ടായിരുന്നല്ലോ, കുടുവാവ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള സാധനമാണ് ഇഡ്. ഈഗോ എന്ന് പറയുന്നത് ഒരു 3 വയസ്സിനുള്ളിൽ സംഭവിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ആണ് ഈഗോ. സൂപ്പർ ഈഗോ അതിന് ശേഷമുള്ളതാണ്. അത് 5 വയസ്സിന് ശേഷം, ഒരു 6 വയസ്സോടെ സൂപ്പർ ഈഗോ ഡെവലപ്മെന്റ് ക്രിസ്റ്റലൈസ്ഡ് ആകുന്ന നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞു. അതല്ലാതെ പിന്നീട് ഹെൻറി മുറി എന്നൊരാൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇഡ് സൂപ്പർ ഈഗോയുടെ ഡെവലപ്മെന്റ് ഇങ്ങനെയാണ് നമ്മുടെ ഫ്രോയിഡ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഓരോ ഇഡിനും ഈഗോയ്ക്കും സൂപ്പർ ഈഗോയ്ക്കും അതിൻ്റെതായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ 3 ആശാന്മാരും വർക്ക് ചെയ്യുന്നതിന് ഒരു ആധാരമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഇവര് ചുമ്മാ അങ്ങനെ ഇടപെടുന്നവരൊന്നുമല്ല. ഫ്രോയിഡ് പറഞ്ഞു ഇഡിന് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളിന്റെ പേര് അറിയാമോ? പേഴ്സണാലിറ്റി പഠിച്ചുതരാം. ഓർക്കുന്നു നോക്കട്ടെ. ഇഡിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ടൈപ്പ് ചെയ്താൽ മതി. പ്ലഷർ പ്രിൻസിപ്പിൾ. ടൈപ്പ് ചെയ്ത് നോക്കിയേ. നമ്മൾ 29 പേരുണ്ട്, എന്നെ എന്റെ സ്ലൈഡിനെയും കൂട്ടിയിട്ട്, പിന്നെ നമ്മുടെ ലൈവും കൂടെ കൂട്ടിയിട്ട് വിചാരിച്ചു. ടൈപ്പ് ചെയ്താൽ നിങ്ങൾ ഓർത്തിരിക്കും കേട്ടോ. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് മാജിക് ഒന്നും ഇല്ല, എനിക്കിത് ഫോട്ടോസ്റ്റാറ്റ് തരാനൊന്നും പറ്റത്തില്ല. എന്നിരുന്നാലും ടൈപ്പ് ചെയ്താൽ നിങ്ങളത് ഓർത്തിരിക്കും. ഇഡെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലേ. ഓക്കെ, പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. ഇഡ് വർക്ക് ചെയ്യുന്നത് പ്ലഷർ പ്രിൻസിപ്പിൾ. അതായത് ഒരു മിഠായി മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിക്കുട്ടി ഓടി വന്നിട്ട് പിടിച്ചെടുക്കത്തില്ലേ? ഞാനിപ്പോ ഒരു 5 മിഠായിയുടെ ഒരു പാത്രം മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു ഓടി വന്നിട്ട് കൈയിട്ട് മൊത്തം വാരിക്കൊണ്ടുപോകും. കാരണം മിഠായി നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. അവിടെ ഒരു ഇൻഹിബിഷൻ ഇല്ല, പ്ലഷറാണ് കിട്ടുന്നത്. ഊട്ടിപ്പോയി എടുത്തിട്ട് വന്നു. അതാണ് ഇഡ്. ഈഗോ വർക്ക് ചെയ്യുന്ന വേറൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ഈഗോ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളിന്റെ പേരെന്താ? റിയാലിറ്റി. രണ്ടുപേരും റിയാലിറ്റി എന്ന് പറഞ്ഞു. എല്ലാവരും റിയാലിറ്റി എന്ന് പറയുന്നു. ഓക്കെ, റിയാലിറ്റി. ഒരു കൊച്ചു ഓടി വന്നിട്ട് മേശപ്പുറത്തിരിക്കുന്ന മിഠായി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഇഡെന്ന് പറയാൻ പറ്റും. എന്നാ കൊച്ചു മേശപ്പുറത്തോട്ട് അടുത്ത് വരുമ്പം, അതായത് എടുക്കാനുള്ള ത്വരയുണ്ടേ, വരണമെന്നുണ്ട്, നോക്കുമ്പോൾ ചുറ്റും കുറെ പിള്ളേർ നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കസിൻസും കൂട്ടുകാരും ഒക്കെയാ. ഈ മിഠായി എല്ലാവർക്കും കൂടെ ഉള്ളതാണ് എന്നൊരു ധാരണ വരുത്തുന്നതാണ് ഈഗോ, റിയാലിറ്റി. അതായത് ഈ മിഠായി എല്ലാവർക്കും കൂടെ ഉള്ളതാണ് എന്ന ധാരണ വരുത്തുന്നതാണ് എന്ത്? ഈഗോ, അതായത് റിയാലിറ്റി. ഓക്കെ, അപ്പൊ കൊച്ചിന് മനസ്സിലായി ഇത് എല്ലാവർക്കും കൂടെ ഉള്ള മിഠായി ആണെന്ന്. നമ്മുടെ അടുത്ത ആശാൻ സൂപ്പർ ഈഗോ.
സൂപ്പർ ഈഗോയുടെ പ്രിൻസിപ്പിൾ ഏതാ? മൊറാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ധാർമ്മികത എന്ന് പറയുന്ന സാധനം മൊറാലിറ്റി പ്രിൻസിപ്പിൾ. അതായത് ഞാൻ ഒരു മിഠായി എടുക്കാവുള്ളൂ, കാരണം ഞാൻ ഒരു മിഠായി എടുത്താലാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും ഓരോ മിഠായി വെച്ച് കിട്ടുള്ളൂ എന്ന കുട്ടിയുടെ മനസ്സിലാക്കലാണ് എന്ത് സൂപ്പർ ഈഗോയുടെ പണി. മനസ്സിലായോ? ഇഡ് ഒട്ടിപ്പോയി എടുത്തിട്ട് ഒരു വാളം വാങ്ങിക്കൊണ്ട് ഒരു പിടുത്തം എടുത്തിട്ട് ഓടാൻ തോന്നും. ഈഗോ ഇല്ല, ഇവിടെ കുറെ പേരുണ്ട്, എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടാണ് മിഠായി, ഞാൻ ഇങ്ങനെ ഊട്ടിപ്പോയി എടുക്കുന്നത് മോശക്കേടാണ് ഈഗോ. സൂപ്പർ ഈഗോ നീ ഓരോന്ന് എടുത്താലാണ്, നീ ഒരെണ്ണം എടുത്താലാണ് ബാക്കിയുള്ളവർക്കൊക്കെ ഓരോന്ന് കിട്ടുള്ളൂ. നീ രണ്ടെണ്ണം എടുത്താൽ അവിടെ ഒരാൾക്ക് കിട്ടത്തില്ല. ദാറ്റ് ഈസ് ഇൻഇക്വാലിറ്റി. അപ്പൊ അവര് കിട്ടത്തില്ല, സങ്കടമാവും, ഞാൻ ഒരാളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കുന്നതാണ് സൂപ്പർ ഈഗോ. മനസ്സിലായോ ഇൻഡിഗോ സൂപ്പർ ഈഗോയുടെ ഒരു ഡെഫിനിഷൻ? ക്ലിയർ ആണോ ഇത്? ഓക്കെ. അപ്പം ഫ്രോയിഡ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡും ഈഗോയും തമ്മിൽ എപ്പോഴും അടിയാണ്. കാരണം എന്താ, ഇഡ് പറയാണ് എനിക്ക് നല്ല ഇതെടുക്കാൻ പോകണം കേട്ടോ, എനിക്ക് മിഠായി വേണം. സൂപ്പർ ഈഗോ പറയും നിക്ക്, ഇങ്ങനെ ചാടിക്കറി പോയാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, എല്ലാവർക്കും കൂടെ കിട്ടണ്ടേ, ഇങ്ങനെ ചാടിയാൽ മതിയോ? അതാണ് ഈഗോ. അപ്പൊ ഇഡും ഈഗോ എപ്പോഴും അടിയിലാണെന്ന് പറയും. ഇഡും സൂപ്പർ ഈഗോയും, ഞാൻ ഈഗോ എന്നാ പറഞ്ഞേ, സോറി. ഇഡും സൂപ്പർ ഈഗോയും എപ്പോഴും അടിയില്ല. കാരണം ഇഡ് പറയും പോയെടുക്കണം, സൂപ്പർ ഈഗോ പറയും അങ്ങനെ പോയെടുക്കല്ലേ, എല്ലാവർക്കും ഉള്ളതാണ്, ഓരോന്നോരോന്ന് എടുക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ ചാടിക്കരി മൊത്തം എടുത്തോണ്ട് വരരുത്. അപ്പം ഇടയ്ക്കരി ഈഗോ വരും. അപ്പൊ ഇഡും സൂപ്പർ ഈഗോയും തമ്മിലുള്ള അടി ഒഴിവാക്കാനായിട്ട് ഇടയ്ക്ക് നിൽക്കുന്ന സാധനമാണ് ഈഗോ. ഒക്കെ ഒരു മധ്യസ്ഥനെ പോലെ ഇടയ്ക്കരി നിൽക്കും. അപ്പൊ അന്നേരം പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് മെക്കാനിസംസ് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത്. നമ്മളത് വരുന്ന സ്ലൈഡുകളിൽ തെറപ്പി അപ്രോച്ച് പറയുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ. ഈ ഐസ്ബർഗ് നിങ്ങൾക്ക് പരിചയമുള്ള സാധനമല്ലേ? സ്ക്രീനിൽ കാണുന്ന ഐസ്ബർഗ് പേഴ്സണാലിറ്റി പഠിച്ചപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? അതെ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാം കേട്ടോ. പിന്നെ ഫ്രോയിഡിന്റെ 3 ലെവൽ ഓഫ് മൈൻഡ് അഥവാ ടോപ്പോഗ്രഫിക്കൽ മോഡൽ ഓഫ് പേഴ്സണാലിറ്റി. ഇതിൽ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് ഐസ്ബർഗ് കാണിക്കുന്നത് പോലെ തന്നെ മനസ്സിന് 3 തലങ്ങൾ ഉണ്ടെന്നാണ്. കോൺഷ്യസ് മൈൻഡ്, ദ പ്രീ കോൺഷ്യസ് മൈൻഡ് ഓർ ദ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ അൺകോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ, സംസാരിക്കുന്നത്, മിണ്ടുന്നത്, ഞാനിപ്പോ ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുക എന്നുള്ള ഒരു ധാരണ, ഇതൊക്കെ എന്റെ കോൺഷ്യസ് മൈൻഡാണ്. പ്രീ കോൺഷ്യസിലേക്ക് വരുമ്പം എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോൺഷ്യസിനും അൺകോൺഷ്യസിനും ഇടയിലുള്ള സാധനമാണ് പ്രീ കോൺഷ്യസ് മൈൻഡ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ്. എല്ലാം അത്ര ആക്സസിബിൾ അല്ല എന്നൊരു പരിധി വരെ. കണ്ടോ, ഈ ഐസിന്റെ വെള്ളത്തട്ടും താഴത്തോട്ടുള്ള തട്ടും തമ്മിൽ ഇടയിലുള്ള ഒരു സാധനം, അതിൽ പ്രീ കോൺഷ്യസ് അഥവാ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ ആഴത്തിലേക്ക് കിടക്കുന്ന സാധനമാണ്, അത്ര ആക്സസിബിൾ അല്ല. ഓക്കെ. ഈ മനസ്സിന്റെ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തെറപ്പി അപ്രോച്ചുകളിലേക്ക് പോകുന്നത്. സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. എത്ര സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഉണ്ടെന്നാണ് ഇവിടെ ഫ്രോയിഡ് പറഞ്ഞത്? ടൈപ്പ് ചെയ്ത് വോയിസ് എടുത്ത് ടൈപ്പ് ചെയ്യണം, എല്ലാവർക്കും അവകാശം കൊടുക്കൂ. എത്ര സ്റ്റേജസ് ഉണ്ട് ഒന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത്. 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാം ഒരു സ്റ്റേജിന്റെ സെറ്റ് പറഞ്ഞിട്ടുണ്ട്, റിൻസി പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം. 5 എന്നുള്ളത് ശരിയാ, കൺഗ്രാജുലേഷൻസ്. ഇങ്ങനെ സ്റ്റേജ് പറ. എക്സാക്ട്ലി. ഓറൽ, ഏനൽ, ഫാലിക്, ലേറ്റൻസി, ജനൈറ്റൽ. ഓക്കെ. അപ്പൊ തെറപ്പി സൈക്കോ അനാലിസിസിലൊക്കെ, ആദ്യകാല ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസിലൊക്കെ ഇവര് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഒക്കെ വെച്ചിട്ടാണ് കുറെ പത്തോളജി ഒക്കെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾ സൈക്കോപത്തോളജി പഠിക്കുമ്പം ഈ എന്താ സൈക്കോ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് സർട്ടൻ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മാം പറയുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഓർത്താൽ മതി, സ്റ്റേജിന്റെ കഥയൊക്കെ എവിടെയോ വേറൊരാളോടെ പറഞ്ഞിരുന്നല്ലോ എന്ന്. അത് ഞാൻ തന്നെയാണ്, എന്നെ ഓർത്താൽ മതി അന്നേരം. ഫസ്റ്റ് ഓറൽ സ്റ്റേജ് ആണ്, ബർത്ത് ടു 18 മാസം വരെ. ഓറൽ സ്റ്റേജിൽ സംഭവിക്കുന്നത് എറോജീനസ് സോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്താണ്. അപ്പം കുട്ടി പാല് കുടിക്കുക, കൈ കുടിക്കുക, അതൊക്കെ ചെയ്യുന്നത് ഓറൽ ഏരിയ ആയിരിക്കും അവരുടെ പ്ലഷറിന്റെ സെന്റർ എന്ന് പറയും. അപ്പൊ ഫ്രോയിഡ് പറഞ്ഞു, ഓക്കെ, കുട്ടിക്ക് വീനിങ്, മുലയൂട്ടുന്നത് നേരത്തെ ആയാലും വൈകി ആയാലും ഓറൽ ഫിക്സേഷൻ വരാൻ സാധ്യതയുണ്ട്, അതായത് ഓറൽ പേഴ്സണാലിറ്റി എന്നൊക്കെ അവർ വിളിച്ചിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, ഇതിൽ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങളൊക്കെ വലുതായി കഴിയുമ്പോൾ ഓറൽ ഫിക്സേഷൻ ഉള്ള ആളാണെങ്കിൽ സ്മോക്കിംഗ് അല്ലെങ്കിൽ ഡ്രഗ് ഓറിയന്റഡ് ആയിട്ട്, സ്മോക്ക് ചെയ്യുക, സിഗരറ്റ് വലിക്കുക, മരിഞ്ചുവാനുള്ളത് വലി കാര്യങ്ങളൊക്കെ നോക്കുക, അതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അഡിക്ഷൻ, ഓറൽ ബേസ്ഡ് ആയിട്ടുള്ള അഡിക്ഷൻസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്ന് ഫ്രോയിഡ് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറയണ്ടേ, അല്ലാത്ത പക്ഷം ചിലർക്ക് എന്താ സംഭവിക്കുക, ഓറൽ പേഴ്സണാലിറ്റി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവരെയും അങ്ങോട്ട് വിശ്വസിക്കുക, എല്ലാവരെയും പെട്ടെന്ന് അങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരവസ്ഥ.
അതാണ് ഓറൽ സ്റ്റേജിലെ ഫിക്സേഷൻസ് കൊണ്ടുവരുന്നത്. പിന്നെ ഏനൽ സ്റ്റേജ്. ഏനൽ സ്റ്റേജിൽ സംഭവിക്കുന്ന ടോയ്ലറ്റ് ട്രെയിനിങ് ആണ്. അപ്പൊ അവിടുത്തെ എറോജീനസ് സോൺ വെച്ചാൽ നമ്മുടെ റെക്ടം ആണ്. ഏനസ്, റെക്ടം. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക? അത് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഇവര് വിളിക്കുന്ന 2 ടൈപ്പ് ഉണ്ട്. ഏനൽ റിറ്റന്റീവ് ഉണ്ട്. ഏനൽ എക്സ്പൾസീവ് പേഴ്സണാലിറ്റി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഏനൽ ഫിക്സേഷൻ വന്നു കഴിഞ്ഞാൽ ആശാൻ പറയുന്ന ഒരു സൈഡില് ഭയങ്കര ഒബ്സഷൻ ആയിരിക്കും. ക്ലെൻലിനെസ്, പെർഫെക്ഷനിസം, കൺട്രോൾ. പെർഫെക്ഷനിസം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിരിക്കണം. ക്ലെൻലിനെസ് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ അടക്കി പറക്കി എടുത്ത് വെക്കണം. അതൊക്കെ നല്ല എക്സ്ട്രീം ലെവലിൽ പോകുമ്പോഴാണ് ഏനൽ റിറ്റന്റീവ് പേഴ്സണാലിറ്റി വന്നത്. ഏനൽ എക്സ്പ്രസീവ് പേഴ്സണാലിറ്റി ഉണ്ട്. അത് പെട്ടെന്ന് അപ്പുറത്തെ വശത്താ 2 ധ്രുവങ്ങളിലാ. അതായത് പെട്ടെന്ന് ഡിസോർഗനൈസ്ഡ് ആണ്, മെസ്സി, അതൊരു വലിയ അച്ചടക്കമൊന്നും ഉണ്ടാകാത്തൊരു കുത്തഴിഞ്ഞ ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ. ഇതൊക്കെ ഫ്രോയിഡ് പറഞ്ഞാണ്. ഇത് ഏത് കാലത്താ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം കേട്ടോ. വലിയ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസുകളൊന്നും ഇല്ലാതിരുന്ന ആ ഒരു ബിഗിനിങ് കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. അത് വെച്ചിട്ട് ഇന്നുള്ള ആൾക്കാരെ പോയിട്ട് നിനക്ക് കുറച്ച് അടക്കം ഒതുക്കെ ഇത് പറഞ്ഞ പോലെ തന്നെ അടക്കിപ്പറക്കലൊക്കെ കൂടുതലാണല്ലോ, ഏനൽ ഫേസിൽ ഫിക്സേഷൻ ആയിരിക്കുമല്ലേ എന്നൊന്നും പോയി പറഞ്ഞേക്കരുത് കേട്ടോ. ആരെങ്കിലും അടക്കി പറിക്കാൻ പറഞ്ഞിട്ട് പോയിട്ട് ഏനൽ ഫേസിന്റെ ഫിക്സേഷൻ തപ്പിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത് പഴയ തിയറിയാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ പിന്നീട് വരുന്നുണ്ട്. ഇനി ഫാലിക് സ്റ്റേജ്. ഫാലിക് സ്റ്റേജിൽ വരുന്ന എറോജീനസ് ഓൺ ജെനൈറ്റൽസ് ആണ്. എഡിപ്പസ് കോംപ്ലക്സും എലക്ട്ര കോംപ്ലക്സും ഉണ്ട്. പിന്നെ കാസ്ട്രേഷൻ. എഡിപ്പസ് കോംപ്ലക്സ് എന്തുവാ ഓർക്കുന്നോ ആരെങ്കിലും? പേഴ്സണാലിറ്റി പഠിച്ചവര് അസൈൻമെന്റ് ഒക്കെ എഴുതി വെച്ചല്ലേ? എഡിപ്പസ് കോംപ്ലക്സ് എന്തുവാ ഓർക്കുന്നുണ്ടോ? അതായത് ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു ആകർഷണത്തെയാണ് ഫ്രോയിഡ് എഡിപ്പസ് കോംപ്ലക്സ് എന്ന് വിളിച്ചത്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി മനസ്സിലാക്കാണ് എനിക്കും അമ്മയ്ക്കും ഇടയിലുള്ള റിലേഷൻഷിപ്പ് അല്ലാതെ അച്ഛനും അമ്മയുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പൊ അച്ഛനോടുള്ള ദേഷ്യം തോന്നുന്നു, കുട്ടിക്ക് അമ്മയോട് ആകർഷണം തോന്നുന്നു. ഇതാണ് ഫ്രോയിഡിന്റെ അന്നത്തെ കാലത്തുള്ള ആൻസർ. ഈ ഫ്രോയിഡ് ഇതൊക്കെ എങ്ങനെ കൊണ്ടുവന്നെന്ന് അറിഞ്ഞോ? ഇതിങ്ങനെ ഇന്നത്തെ കാലത്തെ പോലെ നമ്മൾ റിസർച്ച് നടത്തി ഡാറ്റ അനാലിസിസ് ഒക്കെ എടുത്ത് SPSS ഇട്ട് അല്ലെങ്കിൽ പറയുന്ന സോക്കോൾഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തി തീംസ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ടൊന്നും അല്ല. ഓരോ കേസ് സ്റ്റഡി കണ്ടു, ഓരോ ഹൈപ്പോത്തസിസുകൾ ഉണ്ടാക്കി, പലരിലും അത് കാണപ്പെട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ന് അങ്ങ് ഫ്രോയിഡ് വിശ്വസിച്ചു. നമുക്ക് ഇന്ന് ഇതിന്റെ തിരുത്തുകളുണ്ട്. ഇന്ന് അതിന് തിരുത്തുകളുണ്ട്. എലക്ട്ര കോംപ്ലക്സിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് അച്ഛനോട് ഒരു ആകർഷണം തോന്നുന്നു, അമ്മയോട് ദേഷ്യം തോന്നുന്നു. ഇതൊരു കഥയിൽ നിന്ന് എടുത്ത് സോഫ്ലക്കിസിന്റെ ഒരു കഥയിൽ നിന്നൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഒന്ന് കാസ്ട്രേഷൻ ആൻസൈറ്റി എന്ന് വെച്ചാൽ ആൺകുട്ടി വിചാരിക്കുകയാണ് അച്ഛൻ കാരണം തന്റെ പീനസ് മുറിച്ചു മാറ്റപ്പെടും. അതാണ് കാസ്ട്രേഷൻ ആൻസൈറ്റി. പീനസ് എൻവി എന്ന് വെച്ചാൽ ഫ്രോയിഡ് പറഞ്ഞു പെൺകുട്ടികൾക്ക് പീനസ് ഇല്ല എന്നത് കൊണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള എൻവി ആൺകുട്ടികളോട് തോന്നുന്നു. അപ്പൊ ഫ്രോയിഡ് ഇങ്ങനെയൊക്കെ പറയാണ് പെൺകുട്ടികൾക്ക് പീനസ് ഇല്ലാത്തതുകൊണ്ട് പീനസ് എൻവി വരുന്നു എന്ന് പറഞ്ഞപ്പം അപ്പുറത്തെ സൈഡിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നിയോ ഫ്രോയിഡിയൻസ് ഒരാളെ കാരൻ ഹോണി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിയറിറ്റിക്കൽ ഫൈറ്റ് ആണ് ഇവർ തമ്മിൽ. നിങ്ങൾ പറയാണ് പെൺകുട്ടികൾക്ക് പീനസ് എൻവിയാണ്, ഞാൻ പറയാണ് ആണുങ്ങൾക്ക് വൂംബ് എൻവിയാണ്. നിങ്ങൾക്കൊക്കെ ഗർഭാത്രം ഇല്ലാത്തതുകൊണ്ട് എൻവി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ഒരു തിയറിറ്റിക്കൽ ഫൈറ്റ് ആണ്. പക്ഷെ സൈക്കോ അനാലിസിസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം സൈക്കോ അനാലിസ്റ്റുകളിലെ ആദ്യത്തെ ഒരു ഫെമിനിസ്റ്റ് വോയിസ് എന്ന് പറയുന്ന കാരൻ ഹോണി ആയിരുന്നു. കാരണം ഈ ഫ്രോയിഡിന്റെ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പാട്രിയാർക്കിയും ആണുങ്ങൾക്ക് ഇല്ലാത്തത് പെണ്ണുങ്ങൾക്ക് ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരുമാതിരി പാട്രിയാർക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവന്നപ്പോൾ ശബ്ദം വരുത്തി സംസാരിച്ചത് കാരൻ ഹോണിയാണ്. വൂംബ് എൻവി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വൺ ഓഫ് ദ ഫേമസ് ഫെമിനിസ്റ്റ് ഓറിയന്റഡ് വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ കാരൻ ഹോണിയുടെയാണ്. അവർ കൊണ്ടുവന്നാണ് വൂംബ് എൻവി. പിന്നീട് നാലാമത്തെ സ്റ്റേജിലേക്ക് വീണ്ടും വരികയാണ് ലാറ്റൻസി ഫേസ്. ഈ സമയത്ത് അവർ പറയുന്ന പ്രത്യേകിച്ച് എറോജീനസ് സോണുകളൊന്നുമില്ല. അതായത് പ്ലഷർ തരുന്ന പ്രത്യേകിച്ച് എറോജീനസ് സോണുകളൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ കോഗ്നിറ്റീവ് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് വരുന്നത്. 6 വയസ്സ് തൊട്ട് പ്യൂബർട്ടി വരെ. പ്യൂബർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗമാരം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം. അപ്പൊ അവിടം വരെ ഇവർ പറയുന്നത് സെക്ഷൽ എർജുകളൊന്നും തന്നെ ഇല്ല, പകരം കൂടുതലും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുകളാണെന്നും പിന്നെ ഫ്രോയിഡ് പറഞ്ഞു സെയിം ജെൻഡറുമായിട്ടുള്ള സെയിം സെക്സുമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ സംഭവിക്കുന്നുവെന്നും ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള മദർ അല്ലെങ്കിൽ ഇപ്പം ആൺകുട്ടിയാണെങ്കിൽ അമ്മയോടുള്ള സെക്ഷൽ അട്രാക്ഷൻ, പെൺകുട്ടിയാണെങ്കിൽ അച്ഛനോടുള്ള സെക്ഷൽ അട്രാക്ഷൻ ഒക്കെ കുറയുന്നു എന്നൊക്കെയാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. ജെനൈറ്റൽ ഫേസ് പ്യൂബർട്ടി തൊട്ട് അങ്ങ് അഡൽട്ട്ഹുഡ് വരെ പോകുന്നതാണ് ജെനൈറ്റൽ ഫേസ്. അവിടെ എറോജീനസ് സോൺസ് ജെനൈറ്റൽസ് തന്നെയാണ്. റിലേഷൻഷിപ്സ് ഒക്കെയാണ് അവിടെ കൂടുതലും, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് അവിടെ കൂടുതലും ഒരു ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഇതാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള 5 സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജ്. ഇതിലൊക്കെ ഫിക്സേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ, ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ
ഒരു സ്റ്റേജിൽ നിന്നും സക്സസ്ഫുൾ ആയിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിക്സേഷൻ. ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റിയില്ല എങ്കിൽ, കോൺഫ്ലിക്റ്റുകളെ റിസോൾവ് ചെയ്ത് പോകാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടൈപ്പ് ചെയ്ത് എന്താ പറഞ്ഞേ? ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ വിളിക്കുന്ന പേരാണ് ഫിക്സേഷൻ. ഈ ഫിക്സേഷൻ കൊണ്ട് സൈക്കോപത്തോളജി, അസുഖങ്ങൾ, മാനസിക രോഗങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് ഫ്രോയിഡ് മനസ്സിലാക്കി വെച്ചത്. ഇപ്പത്തെ നമ്മൾ മനഃശാസ്ത്രം നിൽക്കുന്ന മേഖലയിലുള്ള മനസ്സിലാക്കലുകൾ അല്ല ഇത്. ഇത് ആദിമകാലത്ത് ആദിമകാലം എന്ന് പറയുന്നില്ല, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഫ്രോയിഡ് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഫിക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജ്, ഇപ്പൊ നമുക്ക് 5 സ്റ്റേജ് ഉണ്ട് ഫ്രോയിഡ് പറഞ്ഞ. ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലേക്ക് ആ വ്യക്തിക്ക് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റിയില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിക്സേഷൻ. അതായത് ഈ ഓരോ ഫേസിൽ ഓരോ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഫാലിക് സ്റ്റേജിലാണെങ്കിൽ എഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്രോ കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ലാറ്റൻസി ഫേസിലാണെങ്കിൽ അതായത് ഇലക്ട്രോ കോംപ്ലക്സും എഡിപ്പസ് കോംപ്ലക്സ് ഒക്കെ ആയിട്ട് ലേറ്റ് ആയിട്ട് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് സെക്സ് ഉള്ള പേരന്റിനോട് തോന്നുന്ന അട്രാക്ഷൻ, അതൊക്കെ സപ്രസ് ചെയ്തില്ല, അതൊന്നും കുറയ്ക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ ഫിക്സേഷൻ സംഭവിക്കുമെന്നും തന്മൂലം അവർക്ക് സൈക്കോപത്തോളജി ഭാവിയിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പൊ അതാണ് ഫിക്സേഷൻ. മനസ്സിലായോ എന്താ ഫിക്സേഷൻ എന്ന് വെച്ചാ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ എന്താ ഫിക്സേഷൻ എന്ന്? അപ്പൊ ഈ ടേം മറന്നു വരുത്, ഫിക്സേഷൻ. വൈവയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം ഞാൻ പറഞ്ഞായിരുന്നേ. നമ്മുടെ അതായത് ഇഡും സൂപ്പർ ഈഗോയും എപ്പോഴും കശപിശയിലാണ്. ഇത് തീർക്കാൻ വരുന്ന ആൾ ആരാ ഇടയ്ക്ക്? ഇഡ് ഈഗോ ഈ സൂപ്പർ ഈഗോ അടിയിലായി കഴിഞ്ഞാൽ ആരാ ഇടയ്ക്ക് ഒന്ന് ഇടപെടുന്നത്? അയ്യോ, നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ചോറുന്നുണ്ടോ? ആരും ടൈപ്പ് ചെയ്യുന്നതാണെന്നില്ല ഇപ്പൊ വന്നു. നിങ്ങൾ കഴിച്ചോളൂ കേട്ടോ, ഭക്ഷണമൊക്കെ കഴിച്ചോളൂ ഇതിന്റെ ഇടയ്ക്ക്, പക്ഷെ ടൈപ്പ് ഒക്കെ ചെയ്യണം കേട്ടോ. ഈഗോ ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രം വർത്തമാനം പറയും, നിങ്ങളോട് ലാവിഷായിട്ട് ഫുഡും കഴിച്ച് സിനിമ കാണുന്നവരും കാണുന്നു. ഓക്കെ, അപ്പൊ നല്ലോണം ചാറ്റ് ബോക്സ് ഉപയോഗിക്കണം കേട്ടോ, മിടുക്കരാണ്. ഓക്കെ, ഈഗോ ശരിയാണ്. അപ്പൊ ഈഗോ കൊണ്ടുവരുന്ന കുറച്ച് പരിപാടികളാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് വിളിക്കുന്നത്. കുറെ അധികം ഉണ്ട്, ഞാൻ 1-2 എണ്ണം ഈ എഴുതിയേക്കുന്നൊക്കെ ഞാൻ ഡിഫൈൻ ചെയ്തു തരാം. ഡിനയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിഫൻസ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിയാലിറ്റി, എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത റിയാലിറ്റി എന്റെ മുമ്പിലേക്ക് വരുമ്പം ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു സാധനമാണ് ഡെനയൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ മരിച്ചു എന്ന് നമ്മളോട് ഒരാൾ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ചില വ്യക്തികൾ കണ്ടിട്ടുണ്ട് ഒരു ഭയങ്കര ഡിനയൽ ഫേസിലേക്ക് പോകും. ഇല്ല, ഒന്ന് പോയി നീ ചുമ്മാ പറയാതെ. ഈവൻ ദോ അവര് ഡെഡ് ബോഡി കണ്ടാൽ പോലും ദേ വോണ്ട് ബിലീവ്. അവര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില മരണ വീടുകളിൽ പോകുമ്പോൾ ചിലരൊക്കെ ഇയാൾ മരിച്ചിട്ടൊന്നുമില്ല, മാറിക്കെ പുതപ്പിട്ട് കൊടുക്കട്ടെ, നിങ്ങൾ എന്നെ കാണിക്കണേ, മാറിയുന്നേ, ഇയാൾ ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന ചില മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊരു ഡിനയലാണ്, ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഡിനയലാണ്. കാരണം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുൾ ആണ്. അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇനി ഈ ലോകത്തില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആ ഒരു ചുരുങ്ങിയ സമയം പോരാ. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള മാനസികാവസ്ഥയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഡിനയൽ ഫേസിലേക്ക് പോകുക എന്നുള്ളതാണ്. അതാണ് ഈഗോയുടെ ഫംഗ്ഷൻ. പെട്ടെന്ന് ഡിനയലിലേക്ക് പോകും. ഇഡും സൂപ്പർ ഈഗോയും തമ്മിലുള്ള ഇമ്മീഡിയറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങും മോറൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഒന്നിനും ഇവിടെ സമയമില്ല. ഡിനയലിലേക്ക് പോകാൻ ഈഗോ പറയും, പെട്ടെന്ന് ഡിനയലിലേക്ക് പോകും. അവര് എന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതാണ് ഡിനയൽ. ഡിസ്പ്ലേസ്മെന്റ് എന്ന ഡിഫൻസ് മെക്കാനിസം ആണ്. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്നൊരു പഴഞ്ചൊല്ലില്ലേ നമ്മുടെ നാട്ടില്, കേട്ടിട്ടില്ലേ? നിങ്ങളാരും കേരളത്തിലല്ലേ? അത് എന്റെ നാട്ടിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണിത്. അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്ത് ഇല്ലേ? അതെ. അപ്പൊ അങ്ങാടി തോറ്റാൽ അമ്മയുടെ നെഞ്ചത്താണ് ഡിസ്പ്ലേസ്മെന്റ്. എനിക്കൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട് അഗ്രഷൻ ഉണ്ട്, എന്നാൽ എനിക്കത് കാണിക്കാനും പറ്റത്തില്ല. അത് കാരണം അത് കാണിച്ചു കഴിഞ്ഞാൽ സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആണ്, നാട്ടുകാരെന്നൊക്കെ പറയും അല്ലേ? അപ്പൊ എനിക്കൊരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട്, അതിന്റെ ടാർഗറ്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കാം, ടാർഗറ്റ് ഒബ്ജക്റ്റ്, അതിനോട് എനിക്ക് എന്തൊക്കെയോ അഗ്രഷൻ ഉണ്ട്. അത് മനുഷ്യനാകാം, പല ഗ്രൂപ്പുകളാകാം, എന്തും ആകാം. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നേരെ പോയിട്ട് വീട്ടിൽ ആരുടെ അടുത്ത് തീർക്കും. അപ്പൊ അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും ടീച്ചറിന്റെ മൂഡ് ശരിയല്ല എന്നാ തോന്നുന്നത്, ഇന്ന് 4-5 പേരെ അടിച്ച്. അപ്പൊ നമ്മൾ വിളിക്കും അതെന്താ? ടീച്ചറിന്റെ വീട്ടിൽ എന്തായാലും പ്രശ്നമായിരിക്കും. അതാണ് ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്. വീട്ടിലുള്ള പ്രശ്നം
ക്ലാസ്സിൽ തീർത്തത് കുട്ടികൾ കണ്ടുപിടിക്കുന്ന റീസണാണ്. കുരുത്തക്കേടുകളൊന്നും അന്നേരം ഒന്നും വകവെക്കില്ല. പറയുന്നത് എന്താ? ടീച്ചറിന്റെ വീട്ടിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. ഇന്ന് 4, 5 പേരെ തല്ലിയായിരുന്നു. അല്ലേ? അതിനവര് വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത്. ഓക്കെ. പിന്നെ ഇന്റലക്ച്വലൈസേഷൻ. ഇന്റലക്ച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ റാമേ ഉറക്കം വരുന്നോ? ഇന്റലക്ച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്റലക്ച്വലി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ അതിന്റെ ഒരിക്കലും ഇമോഷണൽ എലമെന്റിലേക്ക് പോകത്തില്ല. ഇമോഷണലി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കില്ല ഒരിക്കലും. കാരണം അത് റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ഒട്ടും പറ്റത്തില്ല. കുറെ കൈൻഡ് ഓഫ് കുറെ റീസൺസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഓ ഇതിങ്ങനെയാണോ? ഓക്കെ അതിന്റെ കാരണം ഇന്നൊക്കെ തന്നെ ആയിരിക്കും. നീ ഇത് വിട്. കാരണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇന്റലക്ച്വലൈസേഷൻ. പ്രൊജക്ഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അടുത്ത് നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്സിനെ വേറൊരാളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ. അതാണ് പ്രൊജക്ഷൻ. അതായത് കുട്ടി പറയാണ്, സ്റ്റുഡന്റ് പറയാണ്, ഓ ആ സാറിന് എന്നെ ഒട്ടും ഇഷ്ടമല്ലെന്നേ. അത് എന്താണെന്നറിയില്ല. ആ സാറിന് എന്നെ ഒട്ടും ഇഷ്ടമല്ല. ഞാൻ എന്ത് ചോദിച്ചാലും അങ്ങേര് ഉത്തരം പറയത്തില്ല. അങ്ങനെ ഒരാള് എന്ന് പറയും. പക്ഷെ റിയാലിറ്റിയിൽ എന്താണ്? ഈ സാറിനെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ കുട്ടിക്ക് സാറിന് ഇഷ്ടമല്ല. അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു തോന്നലുണ്ടാവും. അപ്പൊ എന്താ ചെയ്യുന്നേ? മനസ്സ് പ്രൊജക്ഷൻ വഴി ആ കുട്ടിക്ക് സാറിന് ഇഷ്ടമല്ല എന്നുള്ളത് തിരിച്ചെടുത്തു. സാറിന് കുട്ടിയെ ഇഷ്ടമല്ല എന്നാക്കി. കത്തിയോ? പ്രൊജക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന് കുട്ടിയെ ഇഷ്ടമല്ല എന്ന രീതിയിലാക്കി. പക്ഷെ റിയാലിറ്റിയിൽ എന്താ? എല്ലാ കുട്ടികൾക്കും സാറിനെ ഇഷ്ടമാ. പക്ഷെ ഈ കുട്ടിക്ക് സാറിനെ ഇഷ്ടമല്ല. അപ്പൊ അതിന് റീസൺ കണ്ടുപിടിക്കാനൊന്നും കുട്ടിയെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ മനസ്സ് എന്ത് ചെയ്തു? കുട്ടിയുടെ ഇഷ്ടക്കേടിനെ സാറിന്റെ മനസ്സിലേക്ക് അങ്ങ് ഇടുന്ന പോലെ പ്രൊജക്ട് ചെയ്തു. സാറിന് കുട്ടിയെ ഇഷ്ടമല്ല എന്ന് ആ കുട്ടി പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ഓക്കെ. ഇന്റലക്ച്വലൈസേഷൻ അല്ലേ? ഇന്റലക്ച്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ഇന്റലക്ച്വൽ ലെവലിൽ കാര്യങ്ങളെ മാത്രം നോക്കി കാണുന്ന ഒരു അവസ്ഥയാണ് ഇന്റലക്ച്വലൈസേഷൻ. ഇമോഷണൽ എലമെന്റ് അതിൽ കുറവായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിചാരിക്കുക, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചില സമയത്തൊക്കെ എനിക്ക് പെട്ടെന്ന് ഉദാഹരണം തോന്നി. ഇപ്പം മരണ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഡിനൈൽ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു എന്റെ മനസ്സിലേക്ക് അത് വരുന്നത്. ഇന്റലക്ച്വലൈസേഷനിൽ പറയുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചവര് പോയി. കരഞ്ഞോണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? മരിച്ചവര് പോയി. ഓക്കെ, നമ്മളിനി അടുത്ത പരിപാടിയൊക്കെ ചെയ്ത് ഇങ്ങോട്ട് മാറിക്കേ. ഈ പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ അക്സെപ്റ്റൻസ് ഉണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഇന്റലക്ച്വൽ ലെവലിലാണ് അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. ഒരു കുഞ്ഞു ഉദാഹരണമാണ് ഇന്റലക്ച്വലൈസേഷൻ. കാര്യങ്ങളെ കുറച്ചും കൂടി ഒരു ഇന്റലക്ച്വൽ ലെവലിൽ മാത്രം നോക്കിക്കാണുക. അതുകൊണ്ട് പറയില്ലേ സൂപ്പർ പ്രാക്ടിക്കൽ ആകുക എന്നൊക്കെ പറയാറില്ലേ? പലപ്പോഴും ഒരു ഡിഫൻസ് മെക്കാനിസം. കാരണം റിയാലിറ്റി എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുൾ ആണ്, താങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഹൈലി പ്രാക്ടിക്കൽ ആവുന്ന ഒരു അവസ്ഥ. ഓക്കെ. റാഷണലൈസേഷൻ എന്ന് വെച്ചാൽ സിമിലർ ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഇത് കണ്ടിട്ടുണ്ടാവും, നീലക്കുറുക്കന്റെ കഥ ഓർക്കുന്നുണ്ടോ? അതായത് കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇതൊക്കെ ഞാൻ മാത്രമാണ് കേട്ടുള്ളൂ. നിങ്ങളാരും കേട്ടിട്ടില്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കും. അംഗൻവാടിയിലൊക്കെ പണ്ട് പൊക്കോണ്ടിരുന്നപ്പോ പഠിപ്പിച്ചോണ്ടിരുന്ന സാധനമാണ്. കിട്ടാത്ത മുന്തിരി പുളിക്കും. അതാണ് റാഷണലൈസേഷൻ. കത്തിയാ? അതായത് കുറുക്കൻ പറയാണ്, എനിക്ക് മുന്തിരി കുറുക്കൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടിയില്ല. നീലക്കുറുക്കനാണെന്ന് അറിയത്തില്ല. അത് ചിലപ്പോ എന്റെ മറ്റേ ഈ മഞ്ചാടിയിലെ നീലക്കുറുക്കനായിരിക്കും. ഓക്കെ, എന്ത് വെക്കൊള്ളട്ടെ. അതായത് മുന്തിരി കിട്ടത്തില്ലെന്ന് കുറുക്കന് നന്നായിട്ട് അറിയാം. അപ്പൊ എന്താ ചെയ്യുന്നത്? കുറുക്കൻ, ഓ ഈ മുന്തിരി പുളിക്കും, എനിക്കെങ്ങും വേണ്ട. ആ സാധനമാണ് റാഷണലൈസേഷൻ. ഈ മുന്തിരി പുളിക്കും, എനിക്കെങ്ങും വേണ്ട. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഓക്കെ, അതാണ് റാഷണലൈസേഷൻ. ഓക്കെ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സോഷ്യൽ സിസ്റ്റർ ക്രിസ്റ്റീന എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? അത് കൈതട്ടിയതാന്ന് തോന്നുന്നു. ഓക്കെ. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് വെച്ചാലേ നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും സ്കൂളിലേക്ക് പോവാണ്. അതായത് ചില കുട്ടികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സാറ് വരുമ്പോൾ തന്നെ ഇങ്ങനെ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് വരുമ്പോൾ തന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ളിൽ സാധനം കയറി വന്നിക്കുന്നുണ്ടല്ലേ എന്ന് പറയുന്ന പരിപാടി. അതായത് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യും? അവര് സോഷ്യലി അക്സെപ്റ്റബിൾ ഫോമിലേക്ക് മാറ്റും. മനസ്സിലായി? അതായത് എനിക്ക് ആ ടീച്ചർ വരുന്നത് ഇഷ്ടമല്ല, അവര് മിണ്ടുന്നത് ഇഷ്ടമല്ല, വന്ന് ക്ലാസ്സിൽ നിന്ന് ഇരിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ നാട്ടുകാരെല്ലാവരും ചിരിച്ച് കാണിക്കാൻ പറയുന്നതുകൊണ്ട് ഞാനൊരു കൈൻഡ് ഓഫ് അൺകോൺഷ്യസ്ലി ഐ വിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം, ഓക്കെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. റിയാക്ഷൻ ഫോർമേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആണ്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും അക്സെപ്റ്റബിൾ ഫോമിലേക്ക് ഞാൻ മാറ്റി എന്ത് ചെയ്യുന്നു? അതിന്റെ ഓപ്പോസിറ്റ് കാണിക്കുന്നു. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ.
ഓപ്പോസിറ്റ്. അതായത് ടീച്ചർ ശരിയല്ല. അപ്പൊ പിന്നെ ഇഷ്ടമല്ല എനിക്ക്. പക്ഷെ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്റെ ഉള്ളിൽ ടീച്ചറെ കാണുമ്പോൾ എല്ലാരും ചിരിക്കുന്നു, ഞാനും ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ, ഗുഡ് മോർണിംഗ് ടീച്ചർ. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ. എന്റെ ഉള്ളിലുള്ളത് അഗ്രഷനാ. പക്ഷെ പുറത്തോട്ട് വരുന്നത് എന്താ? ഫെമിലിയാരിറ്റി ആണ്. അല്ലെങ്കിൽ ഒരു പ്ലസന്റ് അപ്പിയറൻസ് ആണ് വരുന്നത്. അതാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് വെച്ചാൽ. അതെ, ഉള്ളിലൊന്ന് പുറത്ത് വരാം. എക്സാക്ട്ലി. അത് കുറച്ചൊരു അൺകോൺഷ്യസ് ലെവലിൽ സംഭവിക്കുമ്പോൾ അതിനെ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. പ്രൊജക്ഷന്റെ കാര്യം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം ആണോ പറയുന്നത്? അടിച്ചേൽപ്പിക്കുന്ന പോലെയല്ല. അതൊരു അൺകോൺഷ്യസ് പ്രോസസ് ആണ്. അതൊരു കുട്ടി അവര് മനഃപൂർവ്വം പറയുന്നതല്ല, ഈ സാറിന് എന്നെ ഇഷ്ടമല്ലാന്ന്. ഇതൊരു അൺകോൺഷ്യസ്ലി, കാരണം നമ്മുടെ മനസ്സ് ചുറ്റും നോക്കുമ്പോൾ എന്താണ്, എല്ലാവർക്കും കാര്യങ്ങൾ ഇഷ്ടാവുന്നുണ്ട്. എല്ലാവർക്കും സാറിനെ ഇഷ്ടമാണ്. എനിക്ക് മാത്രം സാറിനെ ഇഷ്ടമല്ല. പക്ഷെ മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി മൈൻഡ് തന്നെ എന്ത് രീതിയിലാക്കിയെടുക്കുന്നു? സാറിന് എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എന്റെ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത്. എനിക്കൊരു ബിറ്റർ ഫീലിംഗ് വരുന്നേ. എനിക്ക് സാറിന് എന്നെ ഇഷ്ടമല്ല. എനിക്ക് സാറിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവര് എല്ലാരും ഫെയിലായ സാറിന്റെ ക്ലാസ് നല്ലതാ. എക്സാമിൽ ഫെയിലായ സാറിന്റെ ക്ലാസ് എക്സാമിൽ ഫെയിലായി ആയ സാറിന്റെ ക്ലാസ് എക്സാമിൽ ഫെയിൽ ആയാൽ സാറിന്റെ ക്ലാസ് നല്ലതല്ല, അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നതാണോ പ്രൊജക്ഷൻ? ഓക്കെ, എക്സാമിൽ ഫെയിലായാൽ അത് സാറിന്റെ ക്ലാസ് നല്ലതല്ല. അത് കുറച്ച് റാഷണലൈസേഷൻ അല്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന പോലെ. ഞാൻ എക്സാമിന് ഫെയിലായി, അത് സാറിന്റെ ക്ലാസ് നല്ലതൊന്നല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത് എന്ന് പറയുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ ഒരു ഡിഫൻസിലേക്ക് പോകുന്ന വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒട്ടുമിക്ക പല എക്സാമുകൾക്കും ഈ ഒരു റാഷണൽ, ഒരു എക്സാമിന് മാത്രമല്ല പല പല ഫെയിലിയറുകൾക്കും കുട്ടി ഈ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആട്രിബ്യൂഷൻ നടത്തുന്നതെങ്കിൽ നമുക്കതിനെ റാഷണലൈസേഷൻ എന്ന് വിളിക്കാം. പ്രൊജക്ഷൻ ആകാനുള്ള സാധ്യതയില്ല. മനസ്സിലായോ? റാഷണലൈസേഷന്റെ കുഞ്ഞു ഉദാഹരണം എന്താ ഞാൻ പറഞ്ഞത്? കിട്ടാത്ത മുന്തിരി പുളിക്കും. ഫെയിലിയറിനെ റാഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ, ഞാൻ എക്സാമിന് ഫെയിലായി കാരണം എന്ത്, സാർ പഠിപ്പിച്ചില്ല, സാറിന്റെ ക്ലാസ് ബോറായിരുന്നു, പിന്നെ എങ്ങനെ ശ്രദ്ധിക്കാന് എന്ന് പറയുന്നതാണ് പ്രൊജക്ഷൻ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇത്ര നേരം പറഞ്ഞ പ്രൊജക്ഷൻ ആയിരുന്നു. അതായത് എനിക്ക് സാറിന് ഇഷ്ടമല്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? സാറിന് എന്നെ ഇഷ്ടമല്ല എന്നാക്കിയെടുക്കുന്നു. എന്റെ തോട്ട്സിനെ ഞാൻ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്യാണ്. മനസ്സിലായോ? അതൊരു അൺകോൺഷ്യസ് പ്രോസസ്സാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അൺകോൺഷ്യസ്. കാരണം എന്റെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും പുള്ളിനെ ഇഷ്ടമാണെന്നേ. എനിക്കെന്താ ഇഷ്ടമല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാനങ്ങ് പറയാണ്, എന്റെ മനസ്സിൽ ഞാൻ തന്നെ കാരണം കണ്ടുപിടിക്കുന്നത്, പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലാതെ എനിക്ക് കുഴപ്പമുള്ളതുകൊണ്ടല്ല. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലത്തേക്ക് പോകുന്നൊരവസ്ഥ. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പെട്ടെന്നൊരു ക്രൈസിസ് വന്ന ശേഷം റിഗ്രസ് ചെയ്യാന്ന് പറയും. ഗോയിങ് ബാക്ക് ടു ദ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്. അതായത് പെട്ടെന്നൊരു കൈൻഡ് ഓഫ് ഇത് വന്നിട്ട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഒക്കെ വന്ന ശേഷം അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതാവുമ്പോൾ ദേ ഗോ ബാക്ക് ടു ദ റിഗ്രഷൻ ഫേസ്. അതായത് കുട്ടികളെ പോലെ പെരുമാറുക എന്ന് പറയും. അതൊരു അൺകോൺഷ്യസ് പ്രോസസ് ആണ്. അതാണ് റിഗ്രഷൻ. റിപ്രഷനും സപ്രഷനും എന്ന് വെച്ചാൽ നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറേ മെമ്മറീസ് ഉണ്ടാവും. അതിനെ അൺകോൺഷ്യസിലേക്ക് തള്ളി വിടുന്ന പരിപാടിയാണ് റിപ്രഷനും സപ്രഷൻ എന്ന് വെച്ചാൽ. റിപ്രഷൻ കുറച്ചും കൂടെ ഒരു അൺകോൺഷ്യസ് പ്രോസസ് ആണ്. എന്നാൽ സപ്രഷൻ ഒരു കോൺഷ്യസ് പ്രോസസ് ആണ്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസമുള്ളത്. രണ്ടും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺഡിസൈറബിൾ ആയിട്ടുള്ള മെമ്മറീസിനെ തള്ളി 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 താഴത്തോട്ട് വിടുന്ന പരിപാടി. കാരണം അത് ഓർക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം അതായത് മോട്ടിവേഷണൽ ഫൊർഗെറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പോലും അത്ര കാര്യമായിട്ട് മനഃപൂർവ്വം മറക്കുന്നതല്ല. അപ്പൊ അത് ചില ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളൊക്കെ ചില സമയത്തൊക്കെ എന്താ പറയാ, പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകുന്ന പോലെ ആൾക്കാർ പെരുമാറാറുണ്ട്. ഇറ്റ്സ് മോർ ഓഫ് എ റിപ്രഷൻ ആൻഡ് സപ്രഷൻ. അങ്ങനെ ഞാൻ ഈ തണ്ണിമത്തൻ ദിനങ്ങൾ മൊത്തം കണ്ടിട്ടില്ല. ആ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം എന്തായിരുന്നു. ഓക്കെ. അടുത്ത സബ്ലിമേഷൻ ആണ്. നിങ്ങൾ കാവാൽ നാരായൺ പണിക്കർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പോയറ്റ്. ഓക്കെ. കവിയാണ്. പിന്നെ വേറെ നിങ്ങൾ മാധവിക്കുട്ടിയുടെ ചില കവിതകൾ കണ്ടിട്ടുണ്ടോ? അതായത് നിങ്ങൾ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതിലൊക്കെ പറയുന്ന പോലെ മാധവിക്കുട്ടി തോന്നിയത് എഴുതും എന്ന് പറയുന്ന ഒരു രീതിയിൽ പലതിലും സെക്ഷൽ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. നിങ്ങൾ ന്യൂഡ് ആർട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? NUDE, ന്യൂഡ് ആർട്ട്.
ഓക്കെ. ഒറ്റ മിനിറ്റ് ഞാനത് ലിങ്ക് ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഒറ്റ സെക്കൻഡ്. നിങ്ങൾ ഈ യക്ഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒറ്റ മിനിറ്റ് ഞാൻ ലിങ്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇതാ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമോ? പലരും തന്നെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. യക്ഷി എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ന്യൂഡ് ഫീമെയിൽ സ്റ്റാറ്റു കേരളത്തിൽ പണിതുയർത്തപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ ഈ വാർത്ത? ഇപ്പൊ കണ്ട് കാണുമായിരിക്കും. അതെ. ഓക്കെ. ഇപ്പൊ ഞാനീ പറയുന്ന ഈ ഒരു ചിത്രത്തെ നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ ചില കവിതകളെ നോക്കുക. മാധവിക്കുട്ടിയുടെ ചില രചനകളെ നോക്കുക. സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറെ എർജുകളുണ്ട്. സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടില് പല കാരണങ്ങൾ കൊണ്ട് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കുറെ പരിപാടികളുണ്ടല്ലോ. ഇതിനെയൊക്കെ കുറച്ചും കൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ ഫോമിലേക്ക് മാറ്റുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ, എർജുകളെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറ്റുന്നതാണ് എന്ത് സബ്ലിമേഷൻ. അതിന് ഉദാഹരണമാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ചില ചിത്രങ്ങൾ. ഇതിപ്പോ ഒരു കല ഇങ്ങനെ വരച്ചിടുമ്പോൾ അതൊരു സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്. രചനകൾ സോഷ്യലി അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഒരു വ്യക്തി അതിരുന്ന് വിളിച്ചു പറയുമ്പോൾ അതത്ര സോഷ്യലി അക്സെപ്റ്റബിൾ ആകത്തില്ല. അപ്പം നമ്മുടെ ഉള്ളിലുള്ള സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള എർജുകളെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ട് മാറ്റുന്ന പരിപാടിക്കാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോകുന്ന പരിപാടി ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മളിപ്പോ ഫ്രോയിഡിന്റെ തിയറി പഠിച്ചു. ഇനി ഇത് സൈക്കോ അനാലിസിസിൽ പോയിരിക്കുക. തിയറി പഠിച്ചപ്പം ഞാൻ ചോദിക്കട്ടെ, ക്രിട്ടിക്കൽ തിങ്കിങ് വേണമല്ലോ. നമുക്ക് എല്ലാവർക്കും ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലെങ്കിൽ ഈ പഠിച്ച മൊത്തം കാണാതെ പഠിച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന ആള് നിനക്ക് ഓവർ ഫിക്സേഷൻ ആണോ എന്ന് പറയുന്ന അവസ്ഥ വരും. അപ്പൊ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ ഫ്രോയിഡിന്റെ ഈ ഒരു സൈക്കോ അനലിറ്റിക് തിയറികളുടെ മേജർ ക്രിറ്റിസിസം ഒക്കെ ഒന്ന് പറയാമോ? ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ് പഠിച്ചാണ്. എന്താണ് ഫ്രോയിഡിൻ തിയറികളുടെ ക്രിറ്റിസിസം? വിമർശനങ്ങൾ. അതെ, ചാറ്റ് ബോക്സ് ഇട്ടിട്ട് കഴിക്കാൻ പോയാ? എന്താണെന്നറിയില്ല, നിങ്ങൾ കളിക്കാൻ പോകും. എനിക്ക് ചില സമയത്ത് വല്ലാത്തൊരു ഡൗട്ട്. ക്ലൂ രാമേ? ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ അതായത് സെക്ഷൽ ഡ്രൈവ്സ് ആണ് കൂടുതൽ കൊടുത്തത്. എക്സാക്ട്ലി. സെക്ഷൽ ഓറിയന്റഡ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കുറെ. അതെ, അൺകോൺഷ്യസിന് കുറെ സ്ട്രെസ് കൊടുത്തു. പിന്നെ ലാക്ക് ഓഫ് എവിഡൻസ്. അതാണ് പ്രിൻസി പറഞ്ഞ പോലെ ഈ പല സാധനങ്ങൾക്ക് തെളിവില്ല. അതായത് ഇതൊക്കെ കേസ് സ്റ്റഡി ഓറിയന്റഡ് ആയിരുന്നു. ബയോളജിക്കൽ എവിഡൻസ് ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് എവിഡൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. എന്നാൽ എനിക്ക് എന്താ പറയാ, വേറെ എന്തെങ്കിലും ഒരു എനിക്കിപ്പം ഐ വോണ്ട് ടു സീ യുവർ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടെസ്റ്റ് എടുത്ത് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിനെ ക്വാണ്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ എനിക്ക് അതിന്റെ അൺകോൺഷ്യസ് മൈൻഡിനെ ക്വാണ്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ എവിഡൻസ് ഇല്ലായ്മ, അതുപോലെ തന്നെ സെക്ഷൽ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, കൾച്ചറിന്റെ സെൻസിറ്റിവിറ്റി ഇല്ലാത്തത്, പിന്നെ ഇത് കുറെ സംസാരിക്കുന്നത് ഹെറ്ററോനോർമേറ്റീവ് ആണ്. അതായത് സ്ത്രീയും പുരുഷനായാൽ അവർ സ്ത്രീയെ വിവാഹം കഴിക്കും, സ്ത്രീ ആയാൽ പുരുഷനായിട്ട് വിവാഹം കഴിക്കും, അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ മാത്രമാണ് ലൈംഗിക ആകർഷണം ഉണ്ടാവുള്ളൂ എന്ന രീതിയിലാണ് ഫ്രോയിഡിന്റെ തിയറികൾ. അപ്പൊ അതില് ഹോമോസെക്ഷുവാലിറ്റി ഇല്ല, ബൈസെക്ഷുവാലിറ്റി ഇല്ല, സെക്ഷൽ ഡൈവേഴ്സിറ്റി ഇല്ല. അതുപോലെ തന്നെ ജെൻഡറിനെ കുറിച്ച് പറയുമ്പോഴും ഫ്രോയിഡിൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു പീനസ് ഉള്ള ഒരു മെയിൽ അസൈൻഡ് ബർത്ത് ആണെങ്കിൽ അവര് മറ്റ് മെയിൽ അസൈൻഡ് ബർത്തുമായിട്ട് മാത്രമേ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യാവുള്ളൂ എന്ന് പറയും. അപ്പൊ ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റുകളില്ല. APAയുടെ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷന്റെ ഡിവിഷൻ 46 തന്നെ ഡൈവേഴ്സിറ്റി ഓഫ് സെക്ഷുവാലിറ്റി, സൊസൈറ്റി ഫോർ ഡൈവേഴ്സിറ്റി ഓഫ് സെക്ഷൽ ആൻഡ് ജെൻഡർ, സൊസൈറ്റി ഫോർ സെക്ഷൽ ആൻഡ് ജെൻഡർ ഡൈവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സെക്സ് വളരെ ഫ്ലൂയിഡ് ആണെന്നും ജെൻഡർ വളരെ ഫ്ലൂയിഡ് ആണെന്നും
സെക്ഷൽ ഓറിയന്റേഷൻ വളരെ ഫ്ലൂയിഡ് ആണെന്നും ജെൻഡർ വളരെ ഫ്ലൂയിഡ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് എവിഡൻസ് ഉണ്ട്. പക്ഷെ ഫ്രോയിഡിന്റെ സമയത്ത് അത്ര ആഴത്തിലുള്ള ചിന്തകൾ വന്നിട്ടുണ്ടായില്ല. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്രിറ്റിസിസങ്ങളൊക്കെ വരുന്നത്. ഫ്രോയിഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്രോയിഡ് ഉപയോഗിക്കുന്ന കുറച്ച് സൈക്കോ അനാലിസിസ് ടെക്നിക്സ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ അസോസിയേഷൻ, ഇങ്ങനെ ഒരു കോച്ചിലേക്ക് എടുത്തിട്ട് വായിൽ വരുന്നൊക്കെ എന്താ പറയാ ഫിൽറ്റർ ഇല്ലാതെ പറയുക എന്ന് പറയുന്ന ഫ്രീ അസോസിയേഷൻ. ഡ്രീം അനാലിസിസ്, നിങ്ങളുടെ സ്വപ്നങ്ങളെ ഞാൻ അനലൈസ് ചെയ്തിട്ട് അതിന്റെ കാരണങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞാണ് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസിലെ ഒരു മെത്തേഡ്. എന്തൊക്കെ 2 മെത്തേഡ്? ഒന്ന് ഡ്രീം അനാലിസിസ്, 2 ഫ്രീ അസോസിയേഷൻ. കത്തിയോ? ഡ്രീം അനാലിസിസ് ആൻഡ് ഫ്രീ അസോസിയേഷൻ. മനസ്സിലായോ? തംസ് അപ്പ് എവിടെ മക്കളെ? ഈ മക്കളല്ല, സ്റ്റുഡൻസ്. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു ഓളത്തിന് പറഞ്ഞു. അതെ, മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് പറഞ്ഞു കേട്ടോ. ഇത് രണ്ടും എന്തേലും വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സൈക്കോ അനാലിസിസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ്. ഫ്രീ അസോസിയേഷനും ഡ്രീം അനാലിസിസും. ഫ്രീ അസോസിയേഷൻ എന്ന് വെച്ചാല് നിങ്ങൾ ഫ്രോയിഡിന്റെ പല ഇത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൗച്ചിൽ ഇങ്ങനെ നിരത്തി കിടത്തിയിട്ട് ഫ്രോയിഡ് അപ്പുറത്ത് ഇങ്ങനെ പേനയും പിടിച്ചോണ്ടിരിക്കുന്ന ഒരു സീൻ അല്ലേ? ഫ്രീ അസോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ്ങും ഇല്ലാതെ ഒരു ഫിൽറ്ററും ഇല്ലാതെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാൻ ഒരു പ്രേരിപ്പിക്കുന്നതാണ് ഫ്രീ അസോസിയേഷൻ എന്ന് വെച്ചാൽ. ഫ്രോയിഡിയൻ അനാലിസിസിൽ അത് വരുന്നത്. ഓക്കെ, ഡൺ. ഇനി നമുക്ക് കുറച്ചധികം തിയറികളുണ്ട്. നമ്മൾ 9 സ്ലൈഡ് ഉണ്ട്, 25 സ്ലൈഡ് ഉണ്ട് നമുക്ക്. ഇന്ന് ആരും 9:30 ആവാതെ പോകുന്നില്ല, 10:30 ആവാതെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, ഒബ്ജക്റ്റ് റിലേഷൻ തിയറി എന്ന് പറയുന്ന തിയറി ഉണ്ട്. അത് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. 9:52 9:54 ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരണേ. ആ സമയം കൊണ്ട് എണീറ്റ് നടുവൊക്കെ നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടിരുന്നു. ഇനി നമുക്ക് ഇച്ചിരി കട്ടിയുള്ള പരിപാടിയാണ്. ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയും ബാക്കി സൈക്കോ അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവും ഒക്കെ നോക്കാനായിട്ടുണ്ട്. അപ്പം 9:54 നമുക്ക് തുടങ്ങാം. 2 മിനിറ്റ് ബ്രേക്ക്. എങ്ങും പോയേക്കരുത്, പിന്നെ തിരിച്ച് അഡ്മിൻ ആഡൊക്കെ കൊടുക്കാൻ പാടായിരിക്കും. ഇവിടെ തന്നെ ഇരുന്നോട്ടെ. 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഡാറ്റ എങ്ങും പോകുന്നില്ല. ഓക്കെ, 9:55 തുടങ്ങും. 9:55 തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒബ്ജക്റ്റ് റിലേഷൻ തിയറി നോക്കാം കേട്ടോ. ഫ്രോയിഡിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഒബ്ജക്റ്റ് റിലേഷൻസ് വെക്കുമ്പം ആദ്യം ഓർക്കണ്ടേ, ഈ ഒബ്ജക്റ്റ് എന്ന് വെക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനത്തെ ഒബ്ജക്റ്റുകളല്ല. ഒബ്ജക്റ്റ് ഈ ഫ്രോയിഡിയൻ അനാലിസിസ് അല്ലെങ്കിൽ നിയോ ഫ്രോയിഡിയൻ അണ്ടർസ്റ്റാൻഡിംഗ് ഒബ്ജക്റ്റ് റിലേഷൻ തിയറി കൊണ്ടുവന്നത് നിയോ ഫ്രോയിഡിയൻസ് ആണ്. അതായത് ഫ്രോയിഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ, അതായത് സെക്സ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു ആശാൻ പറയുന്ന അത്ര ശരിയൊന്നുമല്ല, ഇതല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യം വെച്ചിട്ട് മനസ്സിനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് എന്ത് ചെയ്തു, ഫ്രോയിഡിന്റെ തിയറികളെ മോഡിഫൈ ചെയ്തു. അതിൽ നിയോ ഫ്രോയിഡിയൻസ് എന്ന് അവരെ വിളിച്ചു. ഇപ്പൊ നിയോ ഫ്രോയിഡിയൻസിന്റെ ഉദാഹരണങ്ങൾ ആരൊക്കെയായിരുന്നു? ഏത് നേരത്താണ് പേഴ്സണാലിറ്റി പഠിക്കാൻ തോന്നിയതല്ലേ? പേഴ്സണാലിറ്റി തിയറികളിലുണ്ടല്ലോ, പറഞ്ഞേ ആരൊക്കെയായിരുന്നു നിയോ ഫ്രോയിഡിയൻസ്? ഫ്രോയിഡിന് ശേഷം വന്ന കാരൻ ഹോണി, ശരിയാ. വരട്ടെ, സുല്ലിവൻ, പിന്നെ നിങ്ങൾ വേണ്ടപ്പെട്ട ഒരാൾ മറന്നുപോയല്ലോ. ഫ്രോയിഡ് സ്വന്തം മോനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടച്ചു പോയ ഒരാളുണ്ടായിരുന്നു. ആരത്? ബണ്ടൂര ഈ പരിപാടി ഈ പരിസരത്തിട്ടേ വന്നിട്ടില്ല കേട്ടോ. ബണ്ടൂര ഈ പരിസരത്തിട്ടേ വന്നിട്ടില്ല. നിങ്ങൾ വെറുതെ അയാളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. കാളിയുമിനെ കുറിച്ച് ഫ്രോയിഡ് പറഞ്ഞ് എന്റെ പിറക്കാതെ പോയ മോനായിരുന്നു എന്നൊക്കെ. ലാസ്റ്റ് അടിച്ച് പിരിഞ്ച്. പിന്നെ അന്ന ഫ്രോയിഡ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള്, സ്വന്തം മകള് തന്നെ. ഓക്കെ, സോ ഒബ്ജക്റ്റ് റിലേഷൻ തിയറി അനുസരിച്ച് ഒബ്ജക്റ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് 2 തരത്തിലാണ്. അതായത് ഒന്ന് അറ്റാച്ച്മെന്റ് ഓറിയന്റഡ് ആയിട്ട് പറയുന്നുണ്ട്, പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. ശരിക്കും ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയിൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യരാണ്. ഈ മനുഷ്യർ എന്ന് വെച്ചാൽ വ്യക്തികളുടെ അറ്റാച്ച്മെന്റ് ഫിഗേഴ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും അറ്റാച്ച്മെന്റ് ഉണ്ടാവും അല്ലെ? ഒരാളോട് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഫോം ചെയ്യാനൊക്കെ. കുട്ടിയായിരിക്കുന്ന സമയത്തുള്ള അറ്റാച്ച്മെന്റ് ഫോർമേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യൂഷ്വലി പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കുഞ്ഞു കുട്ടി അമ്മയോട് തോന്നുന്നു. നമ്മുടെ നാട്ടിലൊരു ഇത് പറയുന്ന അമ്മ എന്നാണ് പ്രൈമറി അറ്റാച്ച്മെന്റ് ഫിഗറിനെ കൂടുതലും വിളിച്ചു കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല എന്നാണ് നമുക്ക് മനസ്സിലാവും. കാരണം അമ്മ തന്നെ ഒരു കുട്ടിയുടെ പ്രൈമറി അറ്റാച്ച്മെന്റ് ഫിഗർ ആകുന്നത് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, പ്രൈമറി കെയർ ടേക്കർ എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. അത് ആരും ആകാം. അപ്പൊ നമ്മുടെ യൂഷ്വലി ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ അറ്റാച്ച്മെന്റ് ഫിഗർ എന്ന് പറയുന്നത്, പ്രൈമറി അറ്റാച്ച്മെന്റ് ഫിഗർ എന്ന് പറയുന്നത്
പ്രൈമറി കെയർ ടേക്കർ ആണ്. കുട്ടിയെ ആര് കൊണ്ടുനടന്ന് നോക്കി അതാണ്. അതിപ്പോ അച്ഛമ്മയാകാം, അമ്മമ്മയാകാം, അച്ചച്ചനാകാം, ആരും ആകാം. പ്രൈമറി കെയർ ടേക്കർ. പക്ഷേ ഫ്രോയിഡിയൻ റീഡിങ്സിലൊക്കെ വരുമ്പം മദർ എന്നൊരു വാക്കാണ് അവർ കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ. ഇവർ 2 തരത്തിലുള്ള ബർത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഫിസിക്കൽ ബർത്ത്, ലൈക് നമ്മൾ പറയുന്ന ഫിസിക്കൽ ബർത്ത്. 2 സൈക്കോളജിക്കൽ ബർത്ത്. അതായത് ഇവർ പറയുന്ന ആദ്യത്തെ കുട്ടിയുണ്ടായി ജീവിതത്തിന്റെ ആദ്യത്തെ 3 വർഷത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ് സൈക്കോളജിക്കൽ ബർത്ത്. സോഷ്യൽ റിലേഷൻസ് വഴി ഉണ്ടാകുന്നതാണ് സൈക്കോളജിക്കൽ ബർത്ത്. ഒബ്ജക്റ്റ് റിലേഷൻസ് തിയറി. മനുഷ്യരുമായിട്ടുള്ള ബന്ധപ്പെടലുകളിൽ, അതായത് സോഷ്യൽ റിലേഷൻസ് വഴി ഒരു കുട്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒന്നാണ് സൈക്കോളജിക്കൽ ബർത്ത്, അതായത് മാനസികമായിട്ടുള്ള ജനനം എന്ന് പറയുന്നത്. അത് 3 വയസ്സിനുള്ളിൽ സംഭവിക്കുന്നതിനെയാണ് ഒബ്ജക്റ്റ് റിലേഷൻസ് തിയറിയിൽ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ജീവിതത്തിന്റെ ആദ്യത്തെ 3 വയസ്സ് അവിടെയാണ് ഈ സൈക്കോളജിക്കൽ ബർത്ത് സംഭവിക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്ന ഒബ്ജക്റ്റ് റിലേഷൻ തിയറി പറയുന്നുണ്ട്. ഒന്ന്, ഈ കുട്ടിയും പ്രൈമറി കെയർ ടേക്കറും തമ്മിലൊരു ബന്ധമുണ്ട്. അതായത് ജനിച്ച കുട്ടിയും പ്രൈമറി കെയർ ടേക്കർ, അതായത് പാല് നമ്മൾ നോക്കുമ്പോൾ കുട്ടി വളരുമ്പോൾ ആരാ കുട്ടിയെ കൂടുതൽ നോക്കുക, അത് ആരാണോ ആ വ്യക്തി, അത് അമ്മയെന്നൊന്നും നമ്മൾ പറയുന്നില്ല, ആരാണെങ്കിലും കുട്ടിയെ നോക്കുന്ന ഒരു വ്യക്തി, അവരുമായിട്ട് കുട്ടിക്ക് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ പോലുള്ള ഒരു അറ്റാച്ച്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതൊന്ന്. അപ്പൊ ഈ കുട്ടി ഇങ്ങനത്തെ ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രൈമറി കെയർ ടേക്കർ ആയിട്ട് ആദ്യ 3 വയസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. കുട്ടി ആദ്യത്തെ 3 വയസ്സിനുള്ളിൽ പ്രൈമറി കെയർ ടേക്കറുമായിട്ട് ഒരു സിംബയോട്ടിക് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വളർന്നു വരുന്നതനുസരിച്ച് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കുട്ടി സെപ്പറേറ്റ് ആകും. അതായത് കെയർ ടേക്കറുടെ സെൽഫും ഈ കുട്ടിയുടെ സെൽഫും അല്ലെങ്കിൽ കുട്ടിയും കെയർ ടേക്കറും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കുട്ടി സെപ്പറേറ്റഡ് ആകും. അതാണ് സെപ്പറേഷൻ എന്നൊരു വാക്കുകൊണ്ട് അവർ ഉദ്ദേശിച്ചത്. പിന്നെ ഇൻഡിവിജ്വേഷൻ, അതായത് കുട്ടിയുടെ വ്യക്തിത്വം, അതായത് ഇതാണ് എന്റെ സ്കില്ല്, ഇതാണ് എന്റെ വ്യക്തിത്വത്തിന്റെ കുറെ യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുട്ടി ഇൻഡിവിജ്വേറ്റ് ചെയ്യപ്പെടും. ഓക്കെ. ഇതാണ് നിയോ ഫ്രോയിഡിയൻ അണ്ടർസ്റ്റാൻഡിൽ ഒബ്ജക്റ്റ് റിലേഷൻ തിയറി പറയുന്നത് 2 കാര്യങ്ങൾ. ഒന്ന്, കുട്ടി 3 വയസ്സിനുള്ളിൽ കുട്ടി പ്രൈമറി കെയർ ടേക്കറുമായിട്ട് സിംബയോട്ടിക് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യും, അതുപോലെ അറ്റാച്ച്മെന്റ് ഫോം ചെയ്യും. 2, കുട്ടി സെപ്പറേഷൻ നടത്തും, അതായത് പ്രൈമറി കെയർ ടേക്കറുമായിട്ട് സ്വയം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും, എന്നിട്ട് ഇൻഡിവിജ്വേഷൻ നടക്കും. അതായത് ഇതാണ് എൻ്റെ ഓൺ സ്കിൽസ്, ഇതാണ് എൻ്റെ എന്താ പറയുക പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്നൊരു കുട്ടിയുടെ തനതായ കുറച്ച് രീതികൾ വരും. അങ്ങനെ നമുക്ക് മലയാളത്തിൽ വിളിക്കാം, തനതായ രീതികൾ. അപ്പം ഒരു 5-6 കുട്ടികളെ നിരത്തി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഓരോ കുട്ടിക്ക് ഓരോ തനതായ രീതികൾ വരും എന്ന് പറയത്തില്ല. അതാണ് അവരുടെ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അതാണ് ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയിലെ ഒബ്ജക്റ്റ് എന്തുവാ? കളിപ്പാട്ടമാണോ? കുട്ടികളൊക്കെ പറഞ്ഞിട്ട് നാളെ കളിപ്പാട്ടം എന്ന് പറഞ്ഞേക്കരുത്. ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയിലെ ഒബ്ജക്റ്റ് എന്തുവാ? ആ, നിങ്ങൾ ചോറിനാൻ പോയോ? ഒബ്ജക്റ്റ് റിലേഷൻ തിയറിയിലെ ഒബ്ജക്റ്റ് എന്തുവാ? ഹ്യൂമൻ. അറ്റാച്ച്മെന്റ് ഫിഗർ, മനുഷ്യർ, ഹ്യൂമൻ കേട്ടോ. ഓക്കെ. പിന്നെ സിംബയോട്ടിക് സ്റ്റേജിലെ ആദ്യത്തെ 1 മുതൽ 7 മാസം വരെയുള്ള സമയത്ത് കുറച്ച് കാര്യം നടക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ 2 ഫാക്ടേഴ്സാണ് പറയുന്നത്, ശ്രദ്ധിച്ചോ. ഇൻഫന്റ് ഹാസ് എ ലിറ്റിൽ ഇഫ് എനി സെൻസ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെൽഫ് ആൻഡ് അതർ, എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു മൂഡ്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് ദ കെയർ ടേക്കർ. അതായത് സിംബയോട്ടിക് സ്റ്റേജിലുണ്ടല്ലോ, ആദ്യ കാലത്തൊക്കെ കുട്ടിയുടെ സെൽഫും കെയർ ടേക്കറിന്റെ സെൽഫും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, അതായത് വ്യത്യാസം അധികം കുട്ടിക്ക് മനസ്സിലാവില്ല. കുട്ടിക്ക് സെൽഫ് എന്നൊരു സാധനം പോലും ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല ആ സമയത്ത്. പക്ഷെ കുട്ടിയെയും കെയർ ടേക്കറെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ പറ്റുകയില്ല. ഒപ്പം കെയർ ടേക്കറിന്റെ മൂഡും കാര്യങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കും കുട്ടിയുടെ വികാര പ്രകടനങ്ങളൊക്കെ. കെയർ ടേക്കറുടെ മൂഡും കാര്യങ്ങളും പോലെ ഇരിക്കും കുട്ടിയുടെ വികാര പ്രകടനങ്ങളൊക്കെ. അപ്പൊ ഇവര് പറയുന്ന ഒരു ഗുഡ് ഇനഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കണമെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്നത് പ്രൈമറി കെയർ ടേക്കർ ആണ്, എപ്പോഴും അവൈലബിൾ ആയിരിക്കണം, ഇമോഷണലി അവൈലബിൾ ആയിരിക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. 6 മാസം കഴിയുമ്പോഴത്തേക്കും കുട്ടിയുടെ ഓൺ സെൽഫ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അവരൊരു സെപ്പറേഷൻ നടത്താൻ തുടങ്ങും. പതുക്കെ ഇൻഡിവിജ്വേഷൻ നടത്തും. അപ്പൊ ഈ സെപ്പറേഷൻ ഇൻഡിവിജ്വേഷൻ നടത്തുന്ന സമയത്ത് ഇവർ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട് കേട്ടോ. അതായത് കുട്ടിയും അമ്മയും തമ്മിലുള്ള സെപ്പറേഷൻ നടന്ന് കുട്ടിയുടെ ഇൻഡിവിജ്വേഷൻ നടക്കുന്ന സമയത്ത് അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ബോണ്ട് ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാതെ മാക്സിമം നോക്കൂ എന്നാ പറയുന്നത്.
ഇവർക്കുണ്ടായിരുന്ന ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാതെ കുട്ടി മാക്സിമം നോക്കുമെന്ന്. മനസ്സിലായോ? അപ്പം ഇതാണ് ഒബ്ജക്റ്റ് റിലേഷൻ തിയറികൾ എന്ന് പറയുന്നത്. പേര് പോലെ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് റിലേഷൻ തിയറി സിംബയോട്ടിക് സ്റ്റേജ് അങ്ങനൊരു സാമാനം ഉണ്ടെന്ന് ഓർക്കുക. അറ്റാച്ച്മെന്റ് ഫിഗർ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? കുട്ടിയും സെൽഫും കുട്ടിയുടെ സെൽഫും പ്രൈമറി കെയർടേക്കറിന്റെ സെൽഫും തമ്മിൽ യോജിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത് സെപ്പറേറ്റ് ആകുന്നു, ഇൻഡിവിജ്വേഷൻ സംഭവിക്കുന്നുണ്ട്. ഇത്ര നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഒബ്ജക്റ്റ് റിലേഷൻ തിയറി പറയുമ്പോൾ. ഓക്കെ, ഇത് ഏത് സിനിമയാ? നിങ്ങളാരും ഇത് കണ്ടിട്ടില്ല. നിങ്ങളാരും സിനിമ കാണാറില്ലേ? ഇത് സിനിമയാ? പറഞ്ഞേ. പേര് ഓർമ്മയില്ല. ഓക്കെ, മകൾക്ക്. ഇതില് പാട്ടേതാ? ആ കുട്ടി ഓടി വരുന്ന സീനിൽ ഒരു പാട്ടുണ്ടല്ലോ. യാ, ഏത് പാട്ടാ രാമേ? ചാഞ്ചാടിയാടി, ശരിയാ. അല്ലേ? അപ്പൊ നിങ്ങക്കത് കാണുമ്പോ മനസ്സിലാവും അവിടെ ഒരു ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പ്രൈമറി കെയർടേക്കർ ആരാണ് ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്നത്? ആരൊക്കെയാണ് ആ കുട്ടിയെ നോക്കുന്നേ? കുട്ടി ആരോടൊക്കെയാണ് അറ്റാച്ച്മെന്റ് ഫോം ചെയ്യുന്നത്? അതൊക്കെ സിനിമയിൽ നിങ്ങൾ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. അറ്റാച്ച്മെന്റുകളെ കുറിച്ച്, പ്രൈമറി കെയർടേക്കറുകളെ കുറിച്ച്. ഓക്കെ, അങ്ങനെ വല്ലാത്തൊരു വ്യത്യസ്തമായ ഒരു മൂവിയായിരുന്നു മക്കൾക്ക് എന്നുള്ളത്. എനിക്ക് ആ പാട്ട് എപ്പോഴും ഓർമ്മ വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആടിയിട്ടതാണ്. പിന്നെ ഇവര് പറയുന്ന ഒരു കാര്യമാണ് ജെൻഡർ ഐഡന്റിറ്റി, സെൽഫ് ഐഡന്റിറ്റി എന്നുള്ളത്. ഇവര് നമ്മൾ ആദ്യം തന്നെ പറയാണ് കുറെ ലിമിറ്റേഷൻസ് ഉള്ള പരിപാടിയാണ് ഇതെല്ലാം. ഇവര് പറയുന്ന ഒബ്ജക്റ്റ് റിലേഷൻ തിയറി അനുസരിച്ച് കുട്ടി ജനിച്ചു വരുമ്പോൾ ഒരു ജെൻഡർ ഉണ്ടല്ലോ, അത് ആ അമ്മയുടെ ജെൻഡറുമായിട്ട് സെയിം ആയിരിക്കും എന്നാ പറയുന്നത്. ഏത് കുട്ടി ആയിക്കോട്ടെ, റെസ്പെക്റ്റീവ് ഓഫ് സെക്സ് അവർ പറയാണ് ആ കുട്ടിയുടെ ജെൻഡർ അമ്മയുടെ ജെൻഡറുമായിട്ട് സെയിം ആയിരിക്കും എന്ന്. അപ്പൊ ഇത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ് ഈ തിയറി. കാരണം ഇത് ആധുനിക കാലത്ത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു തിയറിയാണ്. അല്ലെങ്കിൽ പഴയ കാലത്ത് തന്നെയാണെങ്കിലും ഒരുപാട് ക്രിറ്റിസിസം നേരിടുന്ന ഒരു തിയറിയാണ്. കാരണം ഇവര് പറയുന്ന ഒരു ആൺകുട്ടി മാസ്കുലിൻ ആകണമെങ്കിൽ അമ്മയുമായിട്ടുള്ള ഒരു എന്താ പറയാ ഐഡന്റിഫിക്കേഷനെ ഡിനൈ ചെയ്യണം. എന്നിട്ട് ബൈ പ്രൊജക്ഷൻ ഓഫ് ബ്ലെയിം ഓൺ ടു വുമൺ ആസ് എ സോഴ്സ് ഓഫ് ദ പ്രോബ്ലം ആൻഡ് ബൈ ഡൊമിനേഷൻ. സ്ത്രീയെ അവൻ ഡൊമിനേറ്റ് ചെയ്യണം. സ്ത്രീയിലേക്ക് അവരുടെ പ്രശ്നത്തിന്റെ ഒക്കെ കാരണങ്ങളെ ബ്ലെയിം ചെയ്യണം. ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു തിയറി അവർ പറഞ്ഞു വെച്ചു. തിയറി അല്ല, ഒരു ഹൈപ്പോത്തസിസ് അവർ പറഞ്ഞു വെച്ചു. ആൺകുട്ടിക്ക് ആണാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. കാരണം അത് സൊസൈറ്റൽ അക്സെപ്റ്റൻസും തേടിയ ഒരു തിയറി ആയിരുന്നു അത്. അതിന്റെ പാട്രിയാർക്കൽ ഇൻഫ്ലുവൻസ് ഈ തിയറികളിലുണ്ട്. സെൽഫ് ഐഡന്റിറ്റിയും ജെൻഡർ ഐഡന്റിറ്റിയും പറഞ്ഞു വെക്കുമ്പം സൂക്ഷിച്ചും കണ്ടും മാത്രം തിയറി ഉപയോഗിക്കുക. ഇവര് പറഞ്ഞ ബോയ്സ് ആണെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ ഫാദർ ആയിട്ടായിരിക്കും ഒരു ഓൾട്ടർനേറ്റീവ് ഐഡന്റിറ്റി കണ്ടുപിടിക്കുന്നത്. അമ്മയായിട്ടായിരുന്നല്ലോ ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ ഒരു ഓൾട്ടർനേറ്റീവ് ഐഡന്റിറ്റി അച്ഛനായിട്ട് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഭയങ്കര സ്ട്രോങ് സെൽഫ് ഐഡന്റിറ്റി ഉണ്ടായിരിക്കും ജെൻഡർ ഐഡന്റിഫിക്കേഷനെക്കാളും എന്ന് പറഞ്ഞു. പെൺകുട്ടിയാണെങ്കിൽ അച്ഛനായിട്ട് ഐഡന്റിഫൈ ചെയ്യത്തില്ലല്ലോ, അപ്പൊ ഒരു വീക്ക് സെൽഫ് ഐഡന്റിറ്റി ആണെന്നും പക്ഷെ ജെൻഡർ ഐഡന്റിറ്റി സ്ട്രോങ് ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞു വെച്ചത്. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു തിയറിയാണ്. കാരണം ഇതുപോലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷെ ഇങ്ങനെ ഒരു തിയറി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ജെൻഡറിനെ കുറിച്ചും സെൽഫ് ഐഡന്റിറ്റിയെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. അറ്റാച്ച്മെന്റ് തിയറിയെ കുറിച്ച് നോക്കാം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം കേട്ടോ. അറ്റാച്ച്മെന്റ് തിയറികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസിലൊക്കെ നോക്കുമ്പോൾ നിയോ ഫ്രോയിഡിയൻ അപ്രോച്ചുകളൊക്കെ അറ്റാച്ച്മെന്റ് തിയറി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് അത് പിടിച്ചിട്ട് രണ്ടുപേരാണ്, ഹോംസും ബോൾബിയും. ബോൾബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അറ്റാച്ച്മെന്റ് തിയറീസ്, ബോൾബിയുടെ തിയറികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിരിക്കുന്ന? ഇല്ല. ഓക്കെ, ചൈൽഡിലൊക്കെ അത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. പറഞ്ഞു വരുമ്പോ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ വരുന്ന സമയം നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് അത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ബോൾബി പറഞ്ഞു, ദ ഗോൾ ഓഫ് ദ ചൈൽഡ് ഈസ് ടു അച്ചീവ് എ സൈക്കോ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ് റിലേറ്റഡ് ടു ബീങ് നിയർ ദ മദർ ഓഫ് ദ കെയർ ടേക്കർ. അതായത് അമ്മയോ അഥവാ കെയർ ടേക്കറോ ആയിട്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ള സൈക്കോ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്. സൈക്കോ എന്ന് വെച്ചാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സേഫ് ആയിട്ടുള്ള ഒരു അടുപ്പമുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ് കുട്ടി നോക്കുക എന്ന് ആര് പറഞ്ഞു? ബോൾബി പറഞ്ഞു. അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട്. എന്നാൽ ഹോംസ് എന്നൊരു വ്യക്തി കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് എന്താണെന്നൊക്കെ ഞാൻ വരുമ്പോൾ അടുത്ത സ്ലൈഡുകളിൽ പറയാം. ഇപ്പൊ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു അഡൽട്ട് സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു ഫിനോമിനൻ ഉണ്ടാവും. അതിന് ഹോംസ് വിളിച്ച പേരാണ് പത്തോളജിക്കൽ സെക്യൂർ ബേസ്ഡ് ഫിനോമിന എന്ന് പറയുന്നത്.
ഓക്കെ. അതായത് ഈ പറയുന്ന ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ആണ് ആ വ്യക്തിക്ക്. ഒപ്പം കൂടെ ഒരു സ്ട്രെസ്സും കൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇൻസെക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരു അറ്റാച്ച്മെന്റ്. ഇയാൾ എന്നെ ഇട്ടിട്ട് പോവോ? അല്ലെങ്കിൽ എനിക്കൊരാൾ എന്നും കൂട്ടായിട്ടുണ്ടാവോ? കോൺസ്റ്റന്റ് ചെക്ക് ചെയ്യുക. അതൊക്കെ ഇൻസെക്യൂർ. ആളുമായിട്ടൊട്ട് സെക്യൂർലി അറ്റാച്ച്ഡ് അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ പറയുന്ന ഒരു പത്തോളജിക്കൽ പത്തോളജിക്കൽ സെക്യൂർ ബേസ്ഡ് ഫിനോമിന വരുമെന്നാ പറയുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? അവര് കുറച്ച് ആക്ടിവിറ്റികളിലേക്ക് പോകും. പത്തോളജിക്കൽ ആക്ടിവിറ്റികളിലേക്ക് പോകും. അതിവിടെ കൊടുത്തിട്ടുണ്ട്. സബ്സ്റ്റൻസ് അബ്യൂസ്, ഡെലിബറേറ്റ് സെൽഫ് ഹാം, DSH ഓർ ബിഞ്ച് ഈറ്റിംഗ് എക്സെട്ര എക്സെട്ര. അപ്പോൾ അവർക്ക് വളരെ ഇൻസെക്യൂർ ആയിട്ട് അറ്റാച്ച്മെന്റ് ആണ് ആദ്യം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഓൾറെഡി ഒരു സ്ട്രെസ്സും കൂടെ വന്നു. അപ്പൊ സ്ട്രെസ്സും കൂടെ വന്നപ്പോൾ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പല തിയറിയായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ബാക്കി കുറെ സെക്യൂർ ബേസ്ഡ് ആയിട്ടുള്ള അത് കുറെ കൺട്രോൾ ജീവിതത്തിലുള്ള കുറെ കാര്യങ്ങൾ, സബ്സ്റ്റൻസ് യൂസ്, സെൽഫ് ഹാം, ബിഞ്ച് ഈറ്റിംഗ്, ഇതൊക്കെ കൺട്രോൾ ഉള്ള കുറെ കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്ക് അവർ പതുക്കെ ചായാൻ തുടങ്ങും. അതിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കും. ഇതാണ് അറ്റാച്ച്മെന്റ് തിയറിയുടെ ബേസിക്സ് ആയിട്ട് കുറച്ച് കാര്യം പറയുന്നത്. ഇത് തെറപ്പിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. എയിൻസ്വർത്തിന്റെ ഒരു സ്റ്റേറ്റ് സിറ്റുവേഷൻ എന്നൊരു ഫിനോമിനൺ ഉണ്ട്. അപ്പോ ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാവേ. കുറേ തരത്തിലുള്ള എന്ത് കണ്ടുപിടിച്ചവര് അറ്റാച്ച്മെന്റ് സ്റ്റൈലുകൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ റിലേഷൻഷിപ്പിനെ വാല്യൂ ചെയ്യുക, റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഇമോഷൻസ്, അതൊക്കെയാണ് സെക്യൂർ അറ്റാച്ച്മെന്റിൽ വരിക. ഇൻസെക്യൂർ അറ്റാച്ച്മെന്റിൽ എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റും പ്രസന്റും ആയിട്ടുള്ള ഇപ്പോഴുള്ളതും മുമ്പുള്ളതും ഒക്കെ ആയിട്ടുള്ള ഏത് അറ്റാച്ച്മെന്റ് റിലേഷൻഷിപ്പുകളാണെങ്കിലും അതിനൊക്കെ ഡിനൈ ചെയ്യുക, അതിനെ ഡീവാല്യൂ ചെയ്യുക, ഇതൊക്കെയാണ് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റിന്റെ പരിണിത ഫലങ്ങൾ. പ്രീഒക്യുപ്പൈഡ് ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആയിരിക്കുക, എപ്പോഴും ഒരാളിലേക്ക് ഇങ്ങനെ ഒക്യുപ്പൈഡ് ആയിട്ടുകൊണ്ടിരിക്കുക, ആൻഷ്യസ്, അത് കുറെ ഡിവിഷൻസ് ഉണ്ട്, പിന്നെയും വരുന്നുണ്ട്, അതൊക്കെ പിന്നീട് നോക്കാം. പക്ഷെ ഒരു ഇങ്ങനെ സാധനം ഉണ്ടെന്ന് അറിഞ്ഞു വെക്കുക നിങ്ങൾ. പ്രീഒക്യുപ്പൈഡ്, ഇങ്ങനെ ഒരാളെ കുറിച്ച് എപ്പോഴും റിലേഷൻഷിപ്പിൽ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 10 തൊട്ട് 15 തൊട്ട് വിളിക്കുക. അപ്പൊ എന്നെ ശരിക്കും ഇടയ്ക്കൊക്കെ ടെസ്റ്റ് ചെയ്യുക, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് പ്രീഒക്യുപ്പൈഡ് ആൻഷ്യസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. ഡിസോർഗനൈസ്ഡ് ഉണ്ട്. അതായത് ഡിസോർഗനൈസ്ഡ് അറ്റാച്ച്മെന്റിൽ സംഭവിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ. കാരണം അതൊക്കെ ഒരു ട്രോമയുടെയും നെഗ്ലക്റ്റിന്റെ ഒക്കെ പരിണിത ഫലമായിട്ട് വരുന്നതാണ്. ഓക്കെ, ട്രോമ, പരിണിത ഫലങ്ങളൊക്കെ ആയിട്ട് ഡിസോർഗനൈസ്ഡ് വരുന്നു. ഈ അറ്റാച്ച്മെന്റ് തിയറികളെ കുറിച്ച് അറ്റാച്ച്മെന്റ് തെറപ്പിയെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ ഒബ്ജക്ട് റിലേഷൻ തിയറിയിലൊക്കെ പറയുമ്പോൾ അറ്റാച്ച്മെന്റിനെ കുറിച്ച് പറയാതെ പോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ സ്ലൈഡ് ഇപ്പൊ ഇവിടെ ആഡ് ചെയ്തത്. പിന്നെ നമുക്കുള്ളത് മെന്റലൈസേഷൻ എന്നൊരു കപ്പാസിറ്റിയെ കുറിച്ച് ഒരു മനസ്സിലാക്കലാണ്. കാരണം സൈക്കോ അനാലിസിസ് ഒക്കെ നമ്മൾ നോക്കുമ്പം ഇപ്പൊ പുതിയ എന്താ പറയുക, ആധുനിക തേർഡ് വേവ് തെറപ്പികളിലൊക്കെ നോക്കുമ്പോൾ മെന്റലൈസേഷൻ ബേസ്ഡ് സൈക്കോ തെറപ്പി ഒക്കെ ഉണ്ട്. അതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, മറ്റൊരാളുടെ പെരുമാറ്റവും സ്വന്തം പെരുമാറ്റവും പലപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ഓൺ ഇന്റേണൽ സ്റ്റേറ്റ് ആണ്. ഇന്റേണൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഉള്ളിലുള്ള സാധനം. നമ്മുടെയൊക്കെ ഇന്റേണൽ സ്റ്റേറ്റ്സ് എന്തുവാ? തോട്ട് ഉണ്ടാകും, ഫീലിങ്സ് ഉണ്ടാകും, അല്ലെ, ഡ്രൈവ്സ് ഉണ്ടാകും. നമ്മുടെ ഇന്റേണൽ സ്റ്റേറ്റ്സ് ആണ് പലപ്പോഴും നമ്മുടെ ബിഹേവിയറിനെ നയിക്കുന്നതൊരു മനസ്സിലാക്കലാണ് മെന്റലൈസേഷൻ, അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദെയർ ഓൺ ബിഹേവിയർ. അതാണ് മെന്റലൈസേഷൻസ്. ഓക്കെ, എന്റെ പെരുമാറ്റത്തിന്റെയും അപ്പുറത്തുള്ള മറ്റാരുടെ പെരുമാറ്റത്തിന്റെയും കാരണം ഇന്റേണൽ സ്റ്റേറ്റ്സ് ആണെന്നുള്ള മനസ്സിലാക്കലാണ് മെന്റലൈസേഷൻ. ഓക്കെ, അതായത് ഒരു വ്യക്തിക്ക് എന്നെ കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് റിയാലിറ്റി ആകണമെന്നില്ല, പകരം അവരുടെ ഇന്റേണൽ റെപ്രസെന്റേഷൻസ് വെച്ചിട്ടാണ് അവരെന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് മെന്റലൈസേഷൻ. മെന്റലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെയും മറ്റുള്ളവരുടെ ഒക്കെ ഒരു പെരുമാറ്റങ്ങളുടെ കാരണം എന്നൊക്കെ പറയുന്നത് അവരുടെ ഇന്റേണൽ സ്റ്റേറ്റ്, ഉള്ളിലുള്ള സ്റ്റേറ്റ് ആണെന്നുള്ളൊരു മനസ്സിലാക്കലാണ് മെന്റലൈസേഷൻ. കത്തിയോ? ഈ ഫിനോമിനാസ് ഒക്കെ എന്താ പറഞ്ഞു പോകുന്നതെന്ന് വെച്ചാലേ കുറച്ചിന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഇതൊക്കെ ഞാൻ ചിലപ്പോൾ മെന്റലൈസേഷനെ ഉപയോഗിക്കത്തുള്ളൂ. അതാണ് ആദ്യത്തെ ക്ലാസ്സിൽ കുറെ ടേംസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു പോകുന്നത്. മനസ്സിലായോ എന്താ മെന്റലൈസേഷൻ എന്ന്? ചോറിണ്ണാൻ പോയോ? മനസ്സിലായോ? ഉറക്കം വരുന്നുണ്ടോ? ആരും കാണുന്നില്ല. അതെ, ആ ചാറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ, ഒന്നുകൂടെ പറയാവുന്നല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ റാം ഒരു കാര്യം ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ആ ചെയ്ത കാര്യത്തിന്റെ കാരണം എന്താണെന്ന്. അപ്പൊ റാം ഒരു പർട്ടിക്കുലർ രീതിയിൽ ഒരാളോട് പെരുമാറി.
അപ്പൊ ഞാനിപ്പം ഒരാളോട് ഒരു രീതിയിൽ പെരുമാറി എനിക്ക് ഒരാളോട് ഒരു വല്ലാത്ത സ്നേഹം തോന്നി. റാമിന് ഒരാളോട് വല്ലാത്ത സ്നേഹം തോന്നി വിചാരിച്ചു. അപ്പൊ എനിക്ക് സ്നേഹം തോന്നിയതാണെങ്കിലും റാമിന് സ്നേഹം തോന്നിയതാണെങ്കിലും അതിന്റെ ഒക്കെ ഒരു പിന്നില് എന്റെയും റാമിന്റെയും ഒക്കെ ഒരു ഇന്റേണൽ സ്റ്റേറ്റുകളാണ്. അതായത് ഫീലിങ്സ് ആകാം, തോട്ട്സ് ആകാം. ഓക്കെ. പക്ഷെ വ്യത്യസ്തമാണ്. അപ്പൊ ഈ പെരുമാറ്റത്തിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത് ഇന്റേണൽ സ്റ്റേറ്റ്സ് ആണ് എന്നുള്ള മനസ്സിലാക്കലാണ് മെന്റലൈസേഷൻ. ചുരുക്കി പറഞ്ഞ. അത് മാത്രമല്ല അത് വലിയൊരു മേഖലയാണ്. പക്ഷെ ചുരുക്കി പറഞ്ഞ ഇതാണ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോയാ ലക്കാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലക്കാൻ ഈ ചില ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ചില ഫ്രണ്ട്സ് ഒക്കെ പറയുന്നുണ്ട് ലക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ. ഓക്കെ, ലക്കാൻ ഒരു ഫ്രോയിഡുമായിട്ടൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ലക്കാൻ. ഓക്കെ, അതൊരു സൈക്കോ അനാലിസിസ് കൊണ്ടുവന്ന ഒരാളാണ് ലക്കാൻ. ലക്കാന്റെ കുറെ ഭാഷകൾ ഓരോ ഭാഷകളിലൂടെ നിങ്ങൾ മനസ്സിനെ അറിയുന്നു എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഭാഷയിലൂടെ നിന്റെ അപബോധ മനസ്സിനെ ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ലക്കാൻ. അപ്പോ ലക്കേനിയൻ സൈക്കോ അനാലിസിസിൽ പറയുന്നത് അയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, റിട്ടേൺ ടു ഫ്രോയിഡ്. അതായത് നിയോ ഫ്രോയിഡിയൻസ് ഒക്കെ വന്ന് ഫ്രോയിഡിനെ കുറച്ചിങ്ങനെ കീറി മുറിച്ച് പുതിയ പുതിയ കാര്യം കണ്ടുപിടിച്ചപ്പം അവരുടെ ഇടയിൽ കിടന്ന് കുറെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ലക്കാൻ. ലക്കാൻ എപ്പോഴും പറയുമായിരുന്നു സൈക്കോ അനാലിസിസിലേക്ക് മീറ്റിംഗ് ഒക്കെ ഉള്ള സമയത്തൊക്കെ ലക്കാൻ കയറി പറയായിരുന്നു. അതിവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രഞ്ചിൽ അത് പറയുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം റിട്ടേൺ ടു ഫ്രോയിഡ് എന്നായിരുന്നു. ഫ്രോയിഡിലേക്ക് മടങ്ങി പോവുക. അതായത് ലക്കാൻ കണ്ടുപിടിച്ചൊരു എല്ലാത്തിനുള്ളൊരു നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് പറയും, നിങ്ങൾ ഫ്രോയിഡിലേക്ക് മടങ്ങി ചെല്ലു, ഫ്രോയിഡ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കൂ, അവിടാണ് യഥാർത്ഥ സൊല്യൂഷൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ലക്കാൻ. ദ അൺകോൺഷ്യസ് ഈസ് സ്ട്രക്ചേർഡ് ആസ് എ ലാംഗ്വേജ്. നിങ്ങളുടെ ഭാഷ പോലെ കെട്ടിപ്പടുത്തിയ ഒന്നാണ് നിങ്ങളുടെ അപബോധ മനസ്സും എന്ന് പറഞ്ഞ ഒരാളാണ് ലക്കാൻ. അപ്പൊ ലക്കാൻ എപ്പോഴും ശ്രമിച്ചിരുന്ന ഭാഷകളിലൂടെ അതായത് അപബോധ മനസ്സിനെ മനസ്സിലാക്കാനായിരുന്നു. അൺകോൺഷ്യസ് മൈൻഡിനെ ഭാഷകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു ലക്കാൻ. അപ്പോ ഈ ലക്കാൻ പലപ്പോഴും എന്താ പറയാ തള്ളപ്പെട്ടിട്ടുണ്ട്, തഴയപ്പെട്ടിട്ടുണ്ട്, പുറത്താക്കപ്പെട്ടു. അതായത് ഇന്റർനാഷണൽ സൈക്കോ അനലിറ്റിക് അസോസിയേഷനിൽ നിന്ന് വരെ പുറത്താക്കി. എന്തിനാ പുറത്താക്കിയ? ഇദ്ദേഹത്തിന്റെ മെത്തേഡ്സും തിയറീസും ഒക്കെ ക്വൈറ്റ് അൺകൺവെൻഷണൽ ആയിരുന്നു. അപ്പോ ഇദ്ദേഹം പതോളജിയെ കണ്ടതും പേഷ്യൻസിനോട് പെരുമാറുന്ന രീതികളൊക്കെ ഫ്രോയിഡിനും കുറച്ചുകൂടെ ആഴത്തിൽ പോകുന്ന പോലെയായിരുന്നു. ഇദ്ദേഹം ഫ്രോയിഡിന്റെ കാര്യങ്ങൾക്ക് പോലും ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാൻ തുടങ്ങി. ഭാഷയെ വെച്ചിട്ട് മനസ്സിനെ കുറച്ചും കൂടെ വിലയിരുത്താൻ ശ്രമിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, ഭാഷകളുടെ ഉപയോഗ രീതികളാണ് പറയുന്നത്. ഞാൻ പറയുന്ന കണ്ടന്റ് അല്ല, അതിന്റെ ഉപയോഗ രീതികൾ. ഭാഷകളിലൂടെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ സംസാരം. ലക്കാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതായിരുന്നു, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഭാഷ പോലെയാണ് നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡ് എന്നും. നമുക്ക് ആക്സസ് ചെയ്യാത്ത അൺകോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണോ എന്താണോ അത് നമ്മുടെ ഭാഷകൾ പോലെ സ്ട്രക്ചേർഡ് ആണെന്നാണ് പറഞ്ഞത്. സ്ട്രക്ചേർഡ് ഘടനകളുണ്ടെന്ന്. അപ്പൊ അതിനെ എപ്പോഴും മനസ്സിലാക്കാൻ എളുപ്പം നിങ്ങളുടെ ഭാഷകളിലൂടെ ഇറങ്ങിച്ചെന്ന് ഞാൻ നിങ്ങളുടെ അപബോധ മനസ്സിനെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞത്. എന്റെ സംസാരമല്ല, എന്റെ കണ്ടന്റ് അല്ല, എന്റെ ലാംഗ്വേജ്, ഞാൻ ഉപയോഗിക്കുന്ന ഭാഷകൾ, ഇന്ററാക്ഷൻ അല്ല, ഭാഷ, വാക്കുകളുടെ പ്രയോഗങ്ങൾ, ഞാൻ ഉപയോഗിക്കുന്ന ചിലപ്പോ ഞാൻ പറയാം എന്നെ എന്താ പറയാ മലയാളത്തിൽ തന്നെ കുറെ കട്ടിയുള്ള വാക്കുകൾ ഉണ്ടല്ലോ. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് പേഴ്സൺ ലെഫ്റ്റ് മീ എന്ന് പറയും. ഈ വ്യക്തി എന്നെ ഉപേക്ഷിച്ചു, അല്ല എന്നെ ഇട്ടിട്ട് പോയി, ഈ വ്യക്തി എന്നെ ഇട്ടിട്ട് പോയി. പക്ഷെ ഞാൻ ചിലപ്പോൾ ഉപയോഗിക്കുക ദിസ് പേഴ്സൺ അബാൻഡൻഡ് മീ, ഈ വ്യക്തി എന്നെ ഉപേക്ഷിച്ചു. ഈ വ്യക്തി എന്നെ ഇട്ടിട്ട് പോയി, ഈ വ്യക്തി എന്നെ ഉപേക്ഷിച്ചു. ഭാഷകൾ തമ്മിലുള്ള ഉപയോഗിക്കുന്ന വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം ലക്കാൻ പറയുന്ന ഈ വാക്കുകളുടെ പ്രയോഗം തന്നെ ആ വ്യക്തിയുടെ അവബോധ മനസ്സിലേക്കുള്ള ഒരു പാത്വേ ആണെന്നാണ് പറയുന്നത്. അപ്പം എനിക്ക് വേണമെങ്കിൽ അവൻ എന്നെ ഇട്ടേച്ചു പോയതാവേ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ഉപേക്ഷ, ഇട്ടിട്ട് പോവുക. വാക്കുകളുടെ പ്രയോഗങ്ങൾക്ക് വല്ലാത്ത ആഴമുള്ള അർത്ഥങ്ങളുണ്ട്. അതാ ഒരു വ്യക്തിയുടെ സുരക്ഷിത ഒരു അറ്റാച്ച്മെന്റിനെ ഒക്കെ കാണിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ശരി, മനസ്സിലാക്കിയാൽ മതി. അത്ര കാര്യമായിട്ട് ലക്കേനിയൻ സൈക്കോ അനാലിസിസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ല. ഇനി നമ്മൾ പോകുന്നത് സൈക്കോ അനലിറ്റിക് സൈക്കോ തെറപ്പിയെ കുറിച്ചാണ്. ഇച്ചിരി ഉള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു തിയറി മനസ്സിലായെന്ന് വിചാരിക്കുക. ഇനിയിപ്പോ പറയുന്ന കാര്യം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി അടുത്ത വരുന്ന ഒരു 10-15 മിനിറ്റും കൊണ്ട് നമുക്കത് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. സൈക്കോ അനലിറ്റിക് സൈക്കോ ഡൈനാമിക് തെറപ്പിയിൽ പറയുന്നത് നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അതായത് വ്യക്തിക്ക്
ഇൻസൈറ്റ് കൊടുക്കുക. ഇൻസൈറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? നിങ്ങൾ ഇന്നലെ സൈക്കോപത്തോളജി തുടങ്ങി കാണും. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ ഇൻസൈറ്റ് എന്നുള്ളത്? എന്തോ ഇൻസൈറ്റ് എന്ന് വെച്ചാ ഓർമ്മയുണ്ടോ? ഉൾക്കാഴ്ച. ഈ അസുഖത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ എന്തുവായിരിക്കും ഇൻസൈറ്റ്? എസ്പെഷ്യലി സൈക്കോപത്തോളജിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഇൻസൈറ്റ്? ഹലോ, നിങ്ങളൊക്കെ പോയാ? സിംറ്റംസ് അല്ല, ചുരുക്കി പറഞ്ഞ എന്റെ ഉൾക്കാഴ്ച പോലെ തന്നെ എന്റെ അൺകോൺഷ്യസിലേക്ക് പോലെ ഇത് പറഞ്ഞ ശരിയാ. നിങ്ങൾക്ക് വന്നു വരുന്ന ഡീറ്റെയിൽസ് ഓൺസെറ്റ് ബോധം വരുന്നത് കുറച്ചുകൂടെ വേണമെങ്കിൽ അങ്ങനെ പറയാം. അതായത് എനിക്കൊരു അസുഖമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവസ്ഥയാണ് ഇൻസൈറ്റ്. എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, ഈ കാട്ടുന്ന സിംറ്റംസ് ഒക്കെ, അതായത് ലോ മൂഡ് ഇതെല്ലാം എന്താണ് ഡിപ്രഷൻ ആണ് എന്ന് പറയുന്നതാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. സൈക്കോ അനാലിസിസ് പെർസ്പെക്റ്റീവിൽ പറയുന്ന ഞാൻ ഇങ്ങനെ പെരുമാറാൻ കാരണം എന്റെ സൈക്കോസെക്ഷൽ സ്റ്റേജുകളിലുള്ള ഫിക്സേഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പെരുമാറാൻ കാരണം എന്റെ മാലഡാപ്റ്റീവ് ഡിഫൻസ് മെക്കാനിസം കാരണമാണ്. ഈ ഒരു മനസ്സിലാക്കലാണ് എന്ത് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. സൈക്കോ അനാലിസിസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇൻസൈറ്റ് എന്ന് വെച്ചാൽ അതാണ് കാരണങ്ങളെ മനസ്സിലാക്കുക, അവസ്ഥകളെ മനസ്സിലാക്കുക. ഇപ്പൊ സൈക്കോ അനാലിസിസ് എന്ന് വെച്ചാൽ ലോങ് ടേം തെറപ്പിയാണ്. 3-4 വർഷം എടുത്തെടുക്കുന്ന പരിപാടിയായിരിക്കും. 3 to ആഴ്ചയിൽ 3-4 വട്ടം ചിലപ്പോൾ കാണുന്നുണ്ടാവും. അത് 45 മുതൽ 50 മിനിറ്റ് വരെ പോകും. നമ്മളാരും അധികം സൈക്കോ അനാലിസിസ് ഒന്നും പ്രാക്ടീസ് ഒരു തെറപ്പിസ്റ്റ് ഒരിക്കലും നേരിട്ട് പോകത്തില്ല. സൈക്കോ അനാലിസിസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സൈക്കോ അനാലിസിസിന് സ്വയം വിധേയനാകണം. എന്നിട്ട് ആ സൈക്കോ അനാലിസിസിലൂടെ കടന്നുപോയ ശേഷമാണ് ഒരാൾ സൈക്കോ അനാലിസിസിൽ പോലും ട്രെയിൻഡ് ആകുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുള്ളൂ. കാരണം നമ്മുടെ കോൺഫ്ലിക്റ്റ് തെറപ്പിയിലേക്ക് വരരുത്. അങ്ങനെ കുറെ തെറപ്പിസ്റ്റ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് സൈക്കോ അനലിറ്റിക് അപ്രോച്ചുകളിലൊക്കെ വരുമ്പോൾ. അതുകൊണ്ട് അധികം ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്തും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ അൺകോൺഷ്യസ് മെമ്മറിയും അൺകോൺഷ്യസ്നെസ്സും ഒക്കെ സെയിം സാധനം തന്നെ. ഞാൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. പിന്നെ കുറച്ചും കൂടെ വരുന്നതാണ് ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ സൈക്കോ അനലിറ്റിക് സൈക്കോ തെറപ്പിയിൽ വരുന്നത് ചൈൽഡ്ഹുഡ് ഈസ് എവറിത്തിങ്. കുട്ടിക്കാലത്തെക്കുറിച്ചാണ് ഫ്രോയിഡ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പല തിയറികൾ നോക്കുമ്പോൾ കുട്ടിക്കാലത്തുള്ള അറ്റാച്ച്മെന്റ്, കുട്ടിക്കാലത്തുള്ള ജീവിതങ്ങൾ, കുട്ടിക്കാലത്തിൽ ഡെവലപ്മെന്റൽ ട്രാജഡികൾ, ഇതൊക്കെയാണ് കൂടുതലും ഫ്രോയിഡിയൻ അണ്ടർസ്റ്റാൻഡിംഗിൽ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിൽ പ്രധാനപ്പെട്ടായിട്ട് വരിക. കുട്ടിക്കാലമൊക്കെ അവർ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യും. പിന്നെ ഇതിലൊരു സബ്ജക്ടിവിറ്റിയാണ്. പല കാര്യങ്ങൾക്കും ഒരു പേഴ്സണൽ മീനിങ് കൊടുക്കാനാണ് ഇവർ ശ്രമിച്ചിട്ടുണ്ടാവുക. പിന്നെ ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ട്രാൻസ്ഫറൻസ് എന്ന് വെച്ചാൽ എന്താ? കേട്ടിട്ടുണ്ടോ വാക്കുകൾ? ട്രാൻസ്ഫറൻസ്, കൗണ്ടർ ട്രാൻസ്ഫറൻസ്. കേട്ടില്ല? കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ഫറൻസ്, കൗണ്ടർ ട്രാൻസ്ഫറൻസ്. കേട്ടിട്ടുണ്ട്. ട്രാൻസ്ഫറൻസ് എന്ന് വെച്ചാല് നമ്മുടെ ക്ലയന്റിന് നമ്മളോട് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അതിനെ അങ്ങനെ വിളിക്കുന്നതിൽ അപ്പുറത്തേക്ക് ഒരു ക്ലയന്റ് തെറപ്പിസ്റ്റിനെ അവരുടെ പാസ്റ്റിലോ പ്രസന്റിലോ ഉള്ള ഏതെങ്കിലും ഒരു സിഗ്നിഫിക്കന്റ് ഫിഗറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ട്രാൻസ്ഫറൻസ്. അതായത് ഒരു ക്ലയന്റ് അവരുടെ മുമ്പോ അല്ലെങ്കിൽ ഇപ്പോഴോ ഉള്ള ലൈഫിലെ ഏതെങ്കിലും സിഗ്നിഫിക്കന്റ് എക്സ്പീരിയൻസിൽ ഏതെങ്കിലും സിഗ്നിഫിക്കന്റ് ആളുകളുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫറൻസ് എന്ന് വെച്ചാൽ. ഇപ്പൊ ക്ലയന്റിന് കുറച്ച് കഴിയുമ്പം തെറപ്പിസ്റ്റിനോട് പ്രണയം തോന്നുക, അത് ട്രാൻസ്ഫറൻസ് ആണ്. ക്ലയന്റിന് തെറപ്പിസ്റ്റിനോട് പ്രണയം തോന്നുന്നത് ട്രാൻസ്ഫറൻസ് ആണ്. ക്ലയന്റ് തെറപ്പിസ്റ്റിനെ ഒരു അച്ഛനെ പോലെ കാണാൻ തുടങ്ങുന്നത്, അച്ഛൻ പള്ളിയിലെ അച്ഛനല്ല കേട്ടോ, കുടുംബത്തിലെ അച്ഛൻ ആയിട്ട് കാണാൻ തോന്നുന്നത് ട്രാൻസ്ഫറൻസ് ആണ്. അമ്മയായിട്ട് കാണാൻ തുടങ്ങുന്നത് ട്രാൻസ്ഫറൻസ് ആണ്. മദർഹുഡ് എക്സ്പെക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫറൻസ് ആണ്. കെയർ എക്സ്പെക്ട് ചെയ്യുന്നത് ട്രാൻസ്ഫറൻസ് ആണ്. കൗണ്ടർ ട്രാൻസ്ഫറൻസ് തെറപ്പിസ്റ്റിന് ക്ലയന്റിനോട് തോന്നുന്നു. തെറപ്പിസ്റ്റിന് ക്ലയന്റിനോട് മറിച്ച്, അതെ, തെറപ്പിസ്റ്റിന് ക്ലയന്റിനോട് പ്രണയം തോന്നുമ്പോൾ അത് കൗണ്ടർ ട്രാൻസ്ഫറൻസ് ആണ്. തെറപ്പിസ്റ്റിന്റെ ജീവിതത്തിൽ ഏതൊരു സിഗ്നിഫിക്കന്റ് അതായിട്ട് കണ്ട് കുറെ ഓവറായിട്ട് കെയർ ചെയ്യാൻ ശ്രമിക്കുക, ഓവറായിട്ട് തെറപ്പിക്ക് ടൈം കൊടുക്കുക, സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുക, അതൊക്കെയാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ്. ഓക്കെ. റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലേ തെറപ്പിക്ക് സൈക്കോ അനലിറ്റിക് സൈക്കോ തെറപ്പിക്കൊക്കെ വരുമ്പോൾ സമയക്കുന്നത് റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ചേഞ്ച്, മാറ്റങ്ങൾ. തെറപ്പിക്ക് വരുമ്പോൾ മാറ്റം വരുമല്ലോ. സൈക്കോ അനാലിസിസിലൊക്കെ പറയുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെയാണ്.
ഈ മാറ്റം വരുമ്പം ബുദ്ധിമുട്ടാണ്. അപ്പൊ സംഭവിക്കുന്നതാണ് റെസിസ്റ്റൻസ്. അതായത് തെറപ്പി സെഷൻ മറന്നു പോവുക. ഇതൊക്കെ കോൺഷ്യസ് ആവണമെന്ന് നിർബന്ധമില്ല ട്ടോ. തെറപ്പി സെഷൻസ് മറന്നു പോവുക. എന്നിട്ട് തെറപ്പിസ്റ്റ് വിളിച്ചാൽ "അയ്യോ! ഞാൻ മറന്നുപോയി കേട്ടോ" എന്ന് പറയും. ചിലപ്പോ ലേറ്റ് ആയിട്ട് വരിക. കുറെ നാൾ എന്നും ലേറ്റ് ആയിട്ട് വരിക. അപ്പൊ പറയുമ്പം റീസൺസ് ഉണ്ടാവും. "അയ്യോ! ബസ് ലേറ്റ് ആയി, ട്രാഫിക് ആയിരുന്നേ." റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസേ തെറപ്പിസ്റ്റിന് സംഭവിക്കാം. ഒരു പർട്ടിക്കുലർ ക്ലയന്റിന്റെ അപ്പോയിന്റ്മെന്റ് മാത്രം മറന്നു പോയിക്കൊണ്ടിരിക്കുക. ഒരു പർട്ടിക്കുലർ ക്ലയന്റിന്റെ സെഷൻസിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു അത് നാളത്തേക്ക് മാറ്റിയാലോ എന്നിങ്ങനെ ആലോചിക്കുക. അല്ലെങ്കിൽ ഒരു സെഷൻ ഒരു പർട്ടിക്കുലർ ക്ലയന്റിന്റെ സെഷൻ ക്യാൻസൽ ആയി കഴിയുമ്പം തെറപ്പിസ്റ്റിന് ഒരു ആശ്വാസം തോന്നുക. ദീസ് ഓൾ ആർ കൈൻഡ് ഓഫ് എ റെസിസ്റ്റൻസ് ഫ്രം ദ തെറപ്പിസ്റ്റ് സൈഡ് ടു ഫെസിലിറ്റേറ്റ് തെറപ്പി. ക്ലയന്റിന്റെ സൈഡിനാണെങ്കിൽ ഡിഫൻസ് അഗൈൻസ്റ്റ് ചേഞ്ച്. ഓക്കെ, ഇതാണ് കുറച്ച് ടേംസ് ആയിട്ട് ഇതിൽ വന്നിട്ടുള്ളത്. കമ്പോണൻസ് എവിടെ പോയി? താഴ്ന്നു പോയോ? അവിടെ ഇല്ലേ? കമ്പോണൻസ് ഓഫ് സൈക്കോ ഡൈനാമിക് സൈക്കോതെറപ്പി 3 കാര്യങ്ങളേ ഉള്ളൂ. ക്ലാരിഫിക്കേഷൻ, കൺഫ്രണ്ടേഷൻ, ഇന്റർപ്രിട്ടേഷൻ. എന്തൊക്കെയാ? ക്ലാരിഫിക്കേഷൻ, കൺഫ്രണ്ടേഷൻ, ഇന്റർപ്രിട്ടേഷൻ. സിമ്പിൾ ആണ്. ക്ലാരിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ക്ലയന്റ് ഒരു കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ചോദിക്കും, കുറച്ചുകൂടെ കുഴിക്കും. ക്യാൻ യു ഗിവ് മീ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദിസ് പർട്ടിക്കുലർ തിങ്സ് ദാറ്റ് യു ആർ ഡിസ്കസിങ് അബൌട്ട്. അതാണ് ക്ലാരിഫിക്കേഷൻ. കൺഫ്രണ്ടേഷൻ അതായത് പേഷ്യൻസിന്റെ നറേറ്റീവും പേഷ്യന്റിന്റെ ബിഹേവിയർ, നോൺ വെർബൽ വെർബൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കാം. അത് തമ്മിലൊരു വൈരുദ്ധ്യം വരികയാണ്. അതായത് ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞാൽ അതിനെ തന്ത്രപരമായി ചോദ്യം ചെയ്യുന്നതാണ് എന്ത്? കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ നറേറ്റീവ്, അതായത് പേഷ്യന്റ് പറയുന്ന നറേറ്റീവും കാര്യങ്ങളും ഉണ്ടല്ലോ അവരുടെ ജീവിതത്തെക്കുറിച്ച്, അതും പേഷ്യന്റിന് നോൺ വെർബലോ വെർബലോ ആയിട്ടുള്ള ബിഹേവിയറും തമ്മിൽ ഒരു വൈരുദ്ധ്യം വന്നു കഴിഞ്ഞാൽ, അഥവാ ഒരു ഡിസ്ക്രിപ്പൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്ത്രപരമായിട്ട് അതിനെ ചോദ്യം ചെയ്യും. അതാണ് കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ലയന്റിനെ കൺഫ്രണ്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ യു സെഡ് ദാറ്റ് ദിസ് വാസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ് ആൻഡ് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്ന്. അപ്പൊ തന്നെ നിങ്ങളുടെ പെരുമാറ്റം തോന്നുമ്പോൾ എനിക്കത് ഒരു മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് തമ്മിലൊരു യോജിപ്പുണ്ടെന്ന്? അല്ലെങ്കിൽ ഡു യു വാണ്ട് ടു സേ സംതിങ് എൽസ്? ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്താണ്? കൺഫ്രണ്ടേഷൻ. നമ്മൾ ക്ലയന്റിനെ കൺഫ്രണ്ട് ചെയ്യുക. റെസിസ്റ്റന്റിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യും. അപ്പൊ നമ്മൾ പറയാണ്, ഞാൻ ഇപ്പൊ ക്ലയന്റിനെ എ എന്ന് വിളിച്ചു. എ അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞ 3 സെഷൻസ് ആയിട്ടും നമ്മൾ തെറപ്യൂട്ടിക് ചേഞ്ചിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് പെരുമാറ്റത്തിലെ കുറച്ച് മാറ്റങ്ങളും നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുകയാണ് 2-3 സെഷൻസ് ആയിട്ട് സ്ഥിരമായിട്ട് വൈകി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 8 മണിക്ക് സെഷൻ വെച്ചാൽ നിങ്ങൾ വരുമ്പോൾ 8:15 ആവുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് വാലിഡായ റീസൺസ് തന്നെയാണ്. ട്രാഫിക് ആണ്, വീട്ടില് പ്രശ്നങ്ങളുണ്ട്, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് സ്ഥിരമായിട്ടൊരു പാറ്റേൺ ആയിക്കൊണ്ടിരിക്കുക. ഇത് തുടങ്ങുന്നത് നമ്മൾ കുറച്ച് ഇന്റർവെൻഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, മാറ്റം വരുന്നതിനോട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു മടുപ്പ് പോലെ തോന്നുന്നുണ്ടോ? 2-3 അതിന് മുമ്പുള്ള ഒരു സെഷൻ നിങ്ങൾ മിസ്സാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് ക്ലാരിഫിക്കേഷനും കൺഫ്രണ്ടേഷനും അവിടെ നടന്നിട്ടുണ്ട്. കൺഫ്രണ്ടേഷൻ എന്താ പറഞ്ഞത്? നിങ്ങൾ കുറെ സെഷൻസ് ഒക്കെ മിസ്സാവുന്നത് എന്താണ് അതിന്റെ കാരണം? അത് ക്ലാരിഫിക്കേഷൻസാ ഞാൻ നോക്കുന്നത്. ഒപ്പം തന്നെ ഒരു ക്യൂവും കൊടുത്തു നിങ്ങൾക്ക്. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ ചേഞ്ച് ഉള്ളോണ്ട് ഒരു മടി പോലെ തോന്നുന്നുണ്ടോ? ക്ലാരിഫിക്കേഷനാ. ഇപ്പം ക്ലയന്റ് പറയാനുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ഓക്കെ, തെറപ്യൂട്ടിക് ചേഞ്ച് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഒക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, സംഭവിക്കാറുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയണം, നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയാണ്. തെറപ്പിയിൽ ചേഞ്ച് നമ്മൾ ഇന്റർവെൻഷൻസ് കൊടുക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഇക്വിലിബ്രിയം നിങ്ങളുടെ ഒരു ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെയുള്ള ഒരു റെസിസ്റ്റൻസ് ആണ് ഈ കാണുന്നത്. തെറപ്പി നിങ്ങൾ മനഃപൂർവ്വം അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ വൈകി വരിക, സെഷൻസ് മിസ്സാകുക. നിങ്ങൾ ഇടയ്ക്ക് പറയുകയും ചെയ്തു, നിങ്ങൾ ചില സെഷൻസ് ഒക്കെ മറന്നുപോയി, പിന്നീട് ആരോ ഓർപ്പിച്ചപ്പോഴാണ് സെഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തതെന്നൊക്കെ. അതൊക്കെ ഒരു ചേഞ്ചിനോടുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. നമുക്കത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് കൺഫ്രണ്ടേഷൻ എന്ന് വെച്ചാൽ. ക്ലാരിഫിക്കേഷൻ വഴിയാണ് നമ്മൾ കൺഫ്രണ്ടേഷനിലേക്ക് പോകുള്ളൂ. പിന്നെ ഇന്റർപ്രിട്ടേഷൻ വരുന്നത്, അതായത് ഇതിന്റെ അൺകോൺഷ്യസ് മീനിങ്ങിനെ കുറിച്ച് പറയുക. അൺകോൺഷ്യസ് മീനിങ്ങിനെ കുറിച്ച് പറയുക. ഇപ്പൊ ക്ലാരിഫിക്കേഷൻ നടത്തി കൺഫ്രണ്ടേഷൻ നടത്തിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നത്. ചിലപ്പോൾ ചില ക്ലയൻസ് പറയാറുണ്ട്, അതായത് മേ ബി ഒരു പ്രൊജക്ഷൻ ഒക്കെ പറയാം വേണമെങ്കിൽ, ഈ തെറപ്പി ഒന്നും വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ പറഞ്ഞു കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ശരിയാവും, ഒന്നും ശരിയായിട്ടില്ല, എൻ്റെ പൈസ മാത്രമേ പോയിട്ടുള്ളൂ,
ഇതൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതൊന്നും ശരിയല്ല. അപ്പൊ നമ്മൾ ഈ ക്ലാരിഫിക്കേഷനും കൺഫർമേഷനും ഒക്കെ നടത്തിയ ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് ക്ലയന്റിന്റെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നിങ്ങളിപ്പോ ഒന്നും നടക്കുന്നില്ല, നമ്മൾ എവിഡൻസ് ഉണ്ട്. നിങ്ങളുടെ കുറെ മാറ്റങ്ങൾ വന്നു എന്ന് നമ്മുടെ കയ്യിൽ തെളിവുണ്ട്. നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ വർക്കൊക്കെ നന്നായി പോകുന്നുണ്ട്. നിങ്ങളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പം. ബട്ട് സ്റ്റിൽ യു ഫീൽ ദാറ്റ് തെറപ്പി ഈസ് നോട്ട് വർക്കിംഗ്. അത് ഏതെങ്കിലും ഡിഫൻസുകളാണോ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇന്റർപ്രിട്ടേഷൻസ് എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ സൈക്കോ അനലിറ്റിക് സൈക്കോ തെറപ്പിയിൽ 3 സാധനങ്ങളുണ്ട്. ക്ലാരിഫിക്കേഷൻ, കൺഫർമേഷൻ, ഇന്റർപ്രിട്ടേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അത്? പറഞ്ഞേ. ഞാൻ അപ്പുറത്തെ സ്ലൈഡിലേക്ക് പോയി. 3 സാധനങ്ങൾ ഏതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞേ. 10 മിനിറ്റോടെ ഉള്ളൂ, തീർന്നു. പറ. ക്ലാരിഫിക്കേഷൻ നമ്മൾ എന്തിലേക്കാ പോകുന്നേ? കൺഫർമേഷൻ. അത് കഴിഞ്ഞിട്ട് ഇന്റർപ്രിട്ടേഷൻ. നിങ്ങൾ ഡോറ ബുജി കണ്ടിട്ടുണ്ടോ? അതിൽ ഡോറ ചോദിക്കുന്ന പോലെയാണ്. നിങ്ങളിത് കാണുന്നു, ഓക്കെ. ആദ്യം മല, പിന്നെ ഈ അവസ്ഥയായി. ഓക്കെ. ക്ലാരിഫിക്കേഷൻ, കൺഫർമേഷൻ, ഇന്റർപ്രിട്ടേഷൻ. അടുത്താണ് ടെക്നിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് it's a therapeutic strategy in which the therapist avoids communicating any judgment about the patient's conflict while they are being discussed. അതായത് ഒരു ക്ലയന്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും തെറപ്പിസ്റ്റ് ഡയറക്ട്ലി പോയിട്ട് ക്ലയന്റിന്റെ കോൺഫ്ലിക്ട്സിനെ കുറിച്ച് ജഡ്ജ് ചെയ്യാൻ പോകത്തില്ല. അതാണ് ടെക്നിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. ക്ലയന്റ് കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചാടിക്കേറി ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. അതാണ് ടെക്നിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സാധനം. സൈക്കോ അനാലിസിസ് ഉള്ള. പിന്നെ സെൽഫ് ഡിസ്ക്ലോഷർ ഉണ്ട്. തെറപ്പിസ്റ്റിന് ചില കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും, പേഴ്സണൽ കാര്യങ്ങൾ. അപ്പൊ അത് ഹിയർ ആൻഡ് നൗ പ്രിൻസിപ്പിൾ വെച്ചാണ് കറന്റ് ആയിട്ട് ആണ് അത് നടത്തുക. സെൽഫ് ഡിസ്ക്ലോഷർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഇതുകൊണ്ട് ക്ലയന്റിന് എന്താണ് ബെനിഫിറ്റ്, എത്രത്തോളം എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നടത്തുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൽഫ് ഡിസ്ക്ലോഷറിൽ ഒന്നാണ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇത് നോർമലൈസേഷൻ ആണ്. അതായത് അവർക്ക് ബാക്കിയുള്ള ആളുകളിലുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അതായത് പ്രണയം തോന്നുന്നത് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമുക്കൊരു അഡ്മിറേഷൻ തോന്നുകയാണ് ക്ലയന്റിനോട്, വല്ലാത്തൊരു ആരാധന പോലെ തോന്നുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് പറയും, ലൈക്ക് ഓക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ് അത് സെൽഫ് ഡിസ്ക്ലോഷറാ. അതിന്റെ കാരണം നിങ്ങൾക്ക് ബാക്കിയുള്ളവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നല്ലപോലെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതൊരു സെൽഫ് ഡിസ്ക്ലോഷറിലേക്ക് വരും. ഓക്കെ. പിന്നെ ഇത് കുറച്ച് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സൈക്കോഡൈനാമിക്സ് തെറപ്പിയിലുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ. അതായത് പറയുന്നത് ഇമോഷൻസിന്റെ എക്സ്പ്രഷനിലൊക്കെ അത്യാവശ്യം നല്ല ഫോക്കസ് കൊടുക്കുന്നുണ്ട് സൈക്കോഡൈനാമിക് ടെക്നിക്കുകൾ. പിന്നെ ഡിഫൻസുകളും റെസിസ്റ്റൻസും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. ഒരാളുടെ ലൈഫ് സ്റ്റോറി എടുക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടോ എന്ന് നമ്മൾ അതിന് നോക്കാൻ ശ്രമിക്കും. പാസ്റ്റ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലം പ്രധാനപ്പെട്ടാണ്. കുട്ടിയായിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവരെ സംബന്ധിച്ച്. ഡെവലപ്മെന്റൽ ഫോക്കസ് തന്നെയാണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ബന്ധങ്ങൾ അവർക്ക് പ്രധാനപ്പെട്ടാണ്. തെറപ്പി റിലേഷൻഷിപ്പ്, തെറപ്പിസ്റ്റും ക്ലയന്റിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ട്രാൻസ്പെറൻസും കൗണ്ടർ ട്രാൻസ്പെറൻസും ഒക്കെ സൈക്കോ അനാലിസിസ് സൈക്കോ തെറപ്പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ ഫാന്റസി ലൈഫ്, അവരുടെ ഡ്രീം അനാലിസിസ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ക്ലിയർ ആണോ? താങ്ക് യു. പരിപാടി കഴിഞ്ഞ്. സൈക്കോ അനാലിറ്റിക് സൈക്കോ തെറപ്പി മനസ്സിലായോ?